السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على رسول الله. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. اللهم لا سهل إلا ما جعلته سهلا وأنت تجعل الحسن إذا شئت سهلا. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. അൽഹംദുലില്ലാ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ 266 ആയത്താണ് കവർ ചെയ്തത്. ഇന്ന് നമുക്ക് ഇൻഷാല്ലാ 267 നോക്കാം. കഴിഞ്ഞ ആയത്തുകളിൽ നമ്മൾ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ മാർഗത്തിൽ ഫീ സബീലില്ല നമ്മൾ ഇൻഫാക്ട് സ്പെൻഡ് ചെയ്യുന്നതിന്റെ പ്രതിഫലത്തെ കുറിച്ച് നമ്മൾ കണ്ടു. മാത്രമല്ല അതിന്റെ യഥാർത്ഥ മര്യാദകൾ അല്ലെ, എറ്റിക്വറ്റ്സ് എന്തൊക്കെയാണ് അല്ലാഹു സുബ്ഹാനഹു തആലയുടെ മാർഗത്തിൽ ചെലവഴിക്കുന്നതിന്റെ, എങ്ങനെയാണ് ഒരു വ്യക്തി ചെലവഴിക്കേണ്ടത് എന്ന് അല്ലെ, എങ്ങനെയാണ് ചെലവഴിക്കേണ്ടതെന്ന് നമ്മൾ പഠിച്ചത്. അത് ഷോ ഓഫ് ഇല്ലാതെ, റിയാ ഇല്ലാതെ ചെലവഴിക്കുക. പ്ലസ് ചെലവഴിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ ആർക്കാണോ കൊടുത്തത് അവരെ ആ എടുത്ത ഫേവർ നമ്മൾ കൊടുത്ത കാര്യം എടുത്തു പറഞ്ഞ് അവരെ ബുദ്ധിമുട്ടിക്കാതെ, അതുപോലെ അവരെ ഇൻസൾട്ട് ചെയ്തും മറ്റു രീതിയിലും അവരെ വേദനിപ്പിക്കാത്ത രീതിയിലാണ് നമ്മൾ ചെയ്യേണ്ടതെന്ന് കണ്ടു. പിന്നെ നമ്മൾ പലതരത്തിലുള്ള പലതരത്തിൽ സ്പെൻഡ് ചെലവഴിക്കുന്ന ആളുകളെ കുറിച്ച് കണ്ടു അല്ലെ. അവരുടെ ഓരോ തരത്തിൽ ചെയ്യുമ്പോഴും അവർക്കുണ്ടാകുന്ന റിസൾട്ട് അല്ലെങ്കിൽ അവരുടെ ആ കാര്യത്തിലുള്ള കോൺസിക്വൻസ് എന്താണെന്ന് നമ്മൾ കണ്ടു. അതായത് ഒരാൾ ആത്മാർത്ഥതയോടുകൂടി കറക്റ്റ് യഥാർത്ഥമായ രീതിയിൽ, അതായത് നല്ല നീയത്തോടു കൂടി അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ രീതിയിൽ മന്നും അതയും അല്ലാതെ ചെലവഴിച്ചു കഴിഞ്ഞാൽ അവന്റെ റിവാർഡ് എന്ന് പറയുന്നത് പല മടങ്ങാണ് അല്ലെ. 700 അതിലിരട്ടിയുമുള്ള മടങ്ങിന് അവന് അർഹനാവാണ്. എന്നാൽ ഒരാൾ ഒട്ടും ആത്മാർത്ഥതയില്ലാതെ അല്ലെ, ഈ പറഞ്ഞ പോലെ ചെയ്തതിന് ശേഷം മന്നും അതയും കൊണ്ട് അത് എടുത്തു പറഞ്ഞും വേദനിപ്പിച്ചും അല്ലെങ്കിൽ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ടും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ അവന്റെ പ്രതിഫലം അല്ലെങ്കിൽ അവൻ ആ ചെയ്ത കർമ്മമേ വേസ്റ്റഡ് ആണ് അല്ലെ, നശിപ്പിക്കപ്പെട്ടതാണ്. സുബ്ഹാനല്ലാഹ്. ഇനി വരുന്ന ആയത്തിലുള്ള നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ് നമ്മൾ സ്പെൻഡ് ചെയ്യേണ്ടത്, ഏത് ടൈപ്പ് സമ്പാദ്യം, ഏത് ടൈപ്പ് വെൽത്ത് ആണ് നമ്മൾ അള്ളാന്റെ മാർഗത്തിൽ ചെലവഴിക്കേണ്ടത്. കാരണം ഇതുവരെ നമ്മൾ നീ ചെലവഴിക്കാന്ന് കേട്ടു, പക്ഷെ നമ്മളെ കയ്യിലുള്ളത് ഒരുപാട് പല വെറൈറ്റി സാധനങ്ങളാണ് അല്ലെ. ഓരോരുത്തരുടെയും കയ്യിലുള്ളത് പല വെറൈറ്റി സാധനങ്ങളാണ്. സുബ്ഹാനല്ലാഹ്. പല വെറൈറ്റി സ്വത്തുക്കളാണ്, പല എന്താ പറയാ ഒരുപാട് അധികവും ഉണ്ടാവും അല്ലെ. ഓരോ ടൈപ്പ്, അതായത് ആ ഒരു വെറൈറ്റീസ് തന്നെ ഒരുപാടാണ്. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്പെസിഫിക്കലി നമ്മളടുത്ത് പറയാണ്, നിങ്ങൾ ഇന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് നിങ്ങൾ ചെലവഴിക്കേണ്ടത്. സുബ്ഹാനല്ലാഹ്. എന്തുകൊണ്ടായിരിക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല ഇന്നതാണ് നിങ്ങൾ ചെലവഴിക്കേണ്ടത് അല്ലെങ്കിൽ എന്താണ് നിങ്ങൾ ചെലവഴിക്കേണ്ടത് എന്ന് പറയാൻ കാരണം അള്ളാഹ് ചെലവഴിക്കുന്നതിനെ കുറിച്ച് പല രീതിയിൽ പല ആംഗിളിൽ നമുക്ക് പഠിപ്പിച്ചു തരാണ് അല്ലെ. അപ്പം എന്താണ് ഇന്നതാണ് നിങ്ങൾ ചെലവഴിക്കേണ്ടത് സ്പെസിഫിക് ആയിട്ട് അള്ളാഹു പറയാനുള്ള കാരണം എന്തായിരിക്കും? കാരണം അങ്ങനെ അള്ളാഹ് ക്ലിയർ ആയിട്ട് പറഞ്ഞു തന്നാലേ നമ്മൾ ശരിക്കും ചെലവഴിക്കുകയുള്ളൂ. കാരണം എന്തെങ്കിലും ഒരു കാര്യത്തിനെ കുറിച്ച് നമുക്ക് ക്ലിയർ ആയിട്ടുള്ള ഐഡിയ ഇല്ല നോക്കാം, വേഗമായിട്ടുള്ള അങ്ങനെയാണോ ഇങ്ങനെയാണോ അതാണോ ഇതാണോ എന്നുള്ള ഒരവസ്ഥയിലാണ് നമ്മൾ ഉണ്ടെങ്കിൽ നമ്മൾ ശരിയാണ് അള്ളാന്റെ മാർഗത്തിൽ ഞാൻ ചെലവഴിക്കാൻ പോവാണെന്ന് പറയും. എന്നിട്ട് അതിനെക്കുറിച്ച് നമ്മൾ ഡിബേറ്റുകൾ അല്ലെ, അതാണോ ശരി, ഇതാണോ ശരി, അതാണോ കൊടുക്കണ്ടേ, ഇതാണോ കൊടുക്കണ്ടേ, അവർക്കാണോ കൊടുക്കണ്ടേ, ഇന്ന ആൾക്കാണോ കൊടുക്കേണ്ടത്, അങ്ങനെ നമ്മൾ അത് സംസാരിച്ച് അതിന്റെ ഫത്വകളും ഫിഖുകളും ക്ലിയർ ആക്കി അത്ര കൊടുക്കണോ ഇത്ര കൊടുക്കണോ എന്ന് പറഞ്ഞിട്ട് ആ ഡിബേറ്റും ഡിസ്കഷനും നടക്കാന്നല്ലാണ്ട് നമ്മൾ സ്പെൻഡിങ്ങിന്റെ കാര്യം മറന്നുപോകും അല്ലെ. സുബ്ഹാനല്ലാഹ്. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളടുത്ത് കറക്റ്റ് ആയിട്ട് പറഞ്ഞുതരാണ് എന്താണ് സ്പെൻഡ് ചെയ്യേണ്ടത്. ഇവിടെ ഒരു സൈഡ് നോട്ട്, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സൈഡ് നോട്ട്, നമ്മളെ എല്ലാവരെയും ബാധിക്കുന്ന ഒരു കാര്യം ഞാൻ ഇവിടെ പറയാൻ ആഗ്രഹിക്കുകയാണ്. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോ കാര്യത്തിലും നമ്മൾ ദുനിയാവി ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട നമ്മളെ ആഖിറത്തിനെ ബാധിക്കുന്ന ഓരോ കാര്യങ്ങളും ഇതേപോലെ നമുക്ക് നല്ല ക്ലാരിറ്റിയോടുകൂടി അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. ഇത് അള്ളാന്റെ മേലെ തന്നെയുള്ള ഒരു റെസ്പോൺസിബിലിറ്റി ആയിട്ട് എടുത്തിരിക്കുന്ന ഒരു കാര്യമാണ് അല്ലെ. നമ്മൾ ഇനി കാണാൻ പോകുന്ന ആയത്തുദ്ദീൻ 282 ആയത്തിന്
അതിനെ കൺക്ലൂഡ് ചെയ്യുന്നത് അത് നമുക്കറിയാം, അത്രയും വിശദീകരിച്ചല്ലേ ഖുർആനിലെ ഏറ്റവും വലിയ ആയത്താണ്. സുബ്ഹാനല്ലാഹ്. അതിനവസാനം അള്ളാഹ് പറയുന്ന ഒരു കാര്യമുണ്ട്, വത്തഖുല്ലാഹ വയുഅല്ലിമുകുമുല്ലാഹ്. നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കൽ, നിങ്ങളെ തഖ്വ കാണിക്ക്, കാരണം അള്ളയാണ് നിങ്ങളെ പഠിപ്പിക്കുന്നത് അല്ലെ. നിങ്ങൾ തഖ്വയുള്ള, ബി മൈൻഡ്ഫുൾ ഓഫ് അള്ളാഹ്, നിങ്ങൾ തഖ്വയുള്ള, അള്ളാഹ് പറയുന്ന കാര്യങ്ങൾ, തഖ്വ ഉണ്ടാവുക എന്ന് പറയുന്നത് എന്താ? അള്ളാഹു പറഞ്ഞത് അതുപോലെ അനുസരിക്കല്ലേ, അനുസരിക്കല അല്ലെ. അള്ളാഹു ചെയ്യാൻ പറഞ്ഞത് ചെയ്യലും, ചെയ്യരുതെന്ന് പറഞ്ഞത് മാറി നിൽക്കലും. അപ്പം അത് നിങ്ങൾ ചെയ്തു കഴിഞ്ഞാല് വയുഅല്ലിമുകുമുല്ലാഹ്, അള്ളാഹ് നിങ്ങളെ പഠിപ്പിക്കും അല്ലെ. അപ്പം എപ്പോഴും എന്റെ ഭാഗത്തു നിന്നുള്ള ഒരു റിക്വസ്റ്റുമാണ്, ഒരു സജഷനുമാണ് എല്ലാവർക്കും. ഓക്കെ, നമുക്ക് നമ്മളിലേക്ക് ഓൾറെഡി എത്തിയ ഇൽമിലെ നമ്മൾ ആക്ട് ഓൺ ചെയ്യുക. അതിനെക്കുറിച്ച് നമുക്ക് ഓൾറെഡി ഉള്ള അറിവ് നമ്മൾ പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. എന്നിട്ട് അള്ളാഹുല് വിശ്വസിക്കുക, അള്ളാന്റെ ഈ പ്രോമിസിൽ വിശ്വസിച്ച് വെയിറ്റ് ചെയ്യുക, അള്ളാന്റെ ബാക്കിയുള്ള ഇൽമുകൾക്ക് വേണ്ടിയിട്ട്. സുബ്ഹാനല്ലാഹ്. പരമാവധി ഡിബേറ്റുകളും, അത് ഇതുവരെ ദുനിയാവിൽ ആരും ചോദിച്ചിട്ടില്ലാത്ത വ്യത്യസ്തമായ ചോദ്യം ചോദിക്കണം എന്നുള്ള ആ ഒരു ത്വരയും, അങ്ങനെ നമ്മൾ ചോദ്യം ചോദിക്കുന്നതിലൂടെ മറ്റുള്ളവരെ കൺഫ്യൂസ് ആക്കുന്ന ആ ഒരു ഇന്നോവേറ്റീവ്, അതായത് നമുക്ക് വിദ്യാർത്ഥികൾ സംശയങ്ങളുടെ കാര്യത്തിൽ നമുക്ക് കൊണ്ടുവരാൻ ഇഷ്ടം, വളരെ പുതുമയുള്ള ചോദ്യങ്ങൾ ചോദിക്കാൻ ഇഷ്ടമുള്ള ആളുകളാണ് നമ്മൾ. സുബ്ഹാനല്ലാഹ്. അപ്പം അത്തരത്തിലുള്ള ആൾക്കാരെ നമ്മൾ ചോദിക്കുന്നതിലൂടെ കൺഫ്യൂസ്ഡ് ആക്കുന്നതും ഒക്കെ പരമാവധി നിങ്ങൾ ഒഴിവാക്കുക. ഓക്കെ, കാരണം ഒരു കാര്യം മനസ്സിലാക്കുക, നിങ്ങൾ ഈ ചോദിക്കുന്ന ആൾക്കാരുണ്ടല്ലോ, നിങ്ങൾ ആരോടാണോ ചോദിക്കുന്നത് അവരും ഇതേപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ ഈ മനുഷ്യന്മാരുടെ കൂട്ടത്തിൽപ്പെട്ടതാണ്. അതായത് വത്തഖുല്ലാഹ വയുഅല്ലിമുകുമുല്ലാഹ് അല്ലെ. അള്ളാഹുവിൽ നിന്ന് ഇൽമ എത്തുന്ന ആൾക്കാരാണ്. അള്ളാഹു അവരെ പഠിപ്പിച്ചത് അവരുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുമ്പോൾ അവരെ അള്ളാഹു കൂടുതൽ പഠിപ്പിക്കുന്നത് മാത്രമേ അവരിലേക്കും എത്തിയിട്ടുള്ളൂ. ഓക്കെ, ഏതൊരു അധ്യാപകനാണെങ്കിലും, ഈവൻ ഏതൊരു പണ്ഡിതനാണെങ്കിൽ പോലും, അവർക്ക് അള്ളാഹു എത്തിച്ച ഇൽമ അവർ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയപ്പോൾ അവർക്ക് കൂടുതൽ കിട്ടിയതാണ് അവരിലുള്ളത്. അതാണ് സ്വാഭാവികമായും അവർ ഷെയറും ചെയ്യുന്നത്. ഓക്കെ, എൽമ എന്തെങ്കിലും ഒരിത്തിരി എൽമ അവർക്ക് എന്താണോ കിട്ടിയത് അതാണ് അവര് ഷെയർ ചെയ്യുക. അവരെ അള്ളാഹു അതുവരെ പഠിപ്പിച്ചതാണ് ഷെയർ ചെയ്യുക. അപ്പൊ നിങ്ങൾ അത്, ഞാൻ എന്നുള്ള ഏതൊരു അധ്യാപകന്റെ അടുത്താണെങ്കിലും നിങ്ങൾ ഔട്ട് ഓഫ് ദി വേൾഡ് ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ, ഓക്കെ, ഇതുവരെ ദുനിയാവിൽ ആരും ചോദിക്കാത്ത ടൈപ്പ് ചോദ്യങ്ങളൊക്കെ ചോദിക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ ഇൻഡയറക്റ്റ് ആയിട്ട് അവരെ തെറ്റ് ചെയ്യാൻ വേണ്ടി പ്രേരിപ്പിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. കാരണം ചോദിച്ചല്ലോ അല്ലെ, ഞാനൊരു അധ്യാപകനല്ലേ, അല്ലെങ്കിൽ എനിക്ക് അറിയാവുന്നത് കൊണ്ടല്ലേ അവർ ചോദിച്ചത്, എങ്ങനെയാ ഉത്തരം പറയാതിരിക്കുക എന്ന് വിചാരിച്ചിട്ട് അത് അങ്ങനെ ആയിരിക്കും ഇങ്ങനെ ആയിരിക്കും എന്നൊക്കെ വിചാരിച്ച് ഉത്തരം പറയുന്നവരുണ്ട്. കാരണം എല്ലാവർക്കും ഇല്ല, എനിക്ക് അറിയില്ല, അതായത് ശരിയായ കറക്റ്റ് ആയിട്ട് ഒരു ഉത്തരം അറിയില്ലെങ്കിൽ എനിക്ക് അറിയില്ല എന്ന് പറയാനുള്ള ആ ഒരു രീതിയോ അല്ലെങ്കിൽ ആ ഒരു ശീലമോ എല്ലാവർക്കും ഒന്നും ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അതുകൊണ്ട് നമ്മൾ ആവശ്യമുള്ള ചോദ്യങ്ങൾ, അത്യാവശ്യമുള്ള ചോദ്യങ്ങൾ കാറ്റഗറൈസ് ചെയ്തിട്ട് അത് മാത്രം ചോദിക്കുക. നമ്മൾ ഓരോരുത്തരിൽ നിന്ന് എൽമ എടുക്കുമ്പോഴും അവരുടെ കയ്യിൽ ഉള്ള എൽമ അതാണ് അവർ തരുന്നത്, അത് നമ്മൾ മാക്സിമം എടുക്കാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, അവർക്ക് ഓൾറെഡി അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെ പഠിപ്പിച്ചതാണ് അവർ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യുന്നത്, അത് മാക്സിമം നിങ്ങൾ അവരുടെ അടുത്തുനിന്ന് എടുക്കാൻ ശ്രമിക്കാം. എന്നിട്ട് ബാക്കി റബ്ബിന്റെ അടുത്ത് ചോദിക്കുക. റബ്ബ് നമുക്ക് ഓൾറെഡി എത്തിയ ഇൽമ നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രോമിസ് ആണ് ബാക്കിയുള്ള ഇൽമും കൂടെ ഞാൻ നിങ്ങളിൽ എത്തിച്ചോളും എന്നുള്ളത്. അപ്പം അള്ളാഹ് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ അല്ലെ, നമുക്ക് അള്ളാഹ് പഠിപ്പിച്ചത് പ്രാക്ടീസ് ചെയ്യാണ്ട് ഒരുപാട് അതിന്റെ അപ്പുറത്തേക്കുള്ള കാര്യങ്ങൾ ചോദിക്കുമ്പം ശരിക്കും നമ്മൾ തന്നെ നമ്മളുടെ തലയുടെ മേലെ ഒരു വാള് കൊണ്ടുപോയി വെച്ചിരിക്കുകയാണ്, അതിങ്ങനെ തൂങ്ങി ആടുകയാണ്. നിനക്ക് ഞാൻ പഠിപ്പിച്ച് തന്നൊന്നും പോരാഞ്ഞിട്ട് നീ വീണ്ടും സംശയങ്ങൾ ചോദിച്ച് പുതിയ കാര്യങ്ങൾ എടുത്തിട്ട് നീ എവിടെ ചെയ്യാത്തതല്ലേ എന്ന്. കാരണം നമ്മളൊരു കാര്യത്തെക്കുറിച്ച് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മളുടെ ബാധ്യതയാണ് അത് ചെയ്യാന്നുള്ളത്, അത് ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും. അപ്പം ഭയക്ക് അത്തരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നതിന്. കാരണം ഇവിടെ നമ്മൾ പറഞ്ഞു വന്നത് തന്നെ എന്താണ്, അള്ളാഹ് ഇത്രയും സ്പെൻഡിങ്ങിനെ കുറിച്ച് പറഞ്ഞിട്ടും അള്ളാഹ് ഇപ്പൊ വീണ്ടും പറയാണ് നിങ്ങൾ എന്താണ് ചെലവഴിക്കേണ്ടതെന്ന്. അതെന്തിനാ അള്ളാഹ് അത്ര ക്ലാരിറ്റി തരുന്നത്? കാരണം ക്ലാരിറ്റി തന്നിട്ടില്ലെങ്കിൽ അള്ളാഹ്ക്കറിയാം അള്ളാഹിന്റെ പടപ്പുകളെ അവര് തിരിച്ചു മറിച്ചു അത് അങ്ങനെ ആയിരിക്കും ചെലവഴിക്കേണ്ടത്, ഇങ്ങനെ ആയിരിക്കും ചെലവഴിക്കേണ്ടത്, അവിടെ ആയിരിക്കും കൊടുക്കേണ്ടത്, ഇവിടെ ആയിരിക്കും കൊടുക്കേണ്ടത്, ഇതായിരുന്നു കൊടുക്കേണ്ടതെന്ന് പറഞ്ഞ് അവർ കാര്യം ചെയ്യൂല എന്ന് അള്ളാഹ്ക്ക് വൃത്തിക്ക് അറിയാം. അതുകൊണ്ട് അള്ളാഹു ഓരോ കാര്യങ്ങളും ക്ലിയർ ആയിട്ട് എന്താണ് അവന്റെ മാർഗത്തിൽ ചെലവഴിക്കേണ്ടത് എന്ന് ഇപ്പം ഇവിടെ നമുക്ക് പറഞ്ഞു തരാൻ പോവാണ് ഇൻഷാ അല്ലാഹ്. അതേപോലെ ഏത് കാര്യത്തിലാണ് സ്പെൻഡ് ചെയ്യേണ്ടത് അല്ലെ, ആർക്കാണ് സ്പെൻഡ് ചെയ്യേണ്ടത്, ഏത് രീതിയിലാണ് സ്പെൻഡ് ചെയ്യേണ്ടത്, സീക്രട്ട് ആയിട്ടാണോ പബ്ലിക് ആണോ, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്.
ഓക്കെ, അപ്പം നമ്മൾ എന്ത് ചെയ്യുക, കിട്ടിയ അറിവ് വെച്ചിട്ട് പരമാവധി അത് പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കുക. കാരണം നമുക്കൊക്കെ കിട്ടിയ അറിവിന്റെ പ്രാക്ടീസ് ചെയ്യുന്നത് നമ്മൾ എത്ര ഉണ്ടെന്ന് ചോദിച്ചാൽ എനിക്ക് തോന്നുന്നു ഒരു 20% താഴെ പോലും നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നില്ല ഇപ്പോഴും അല്ലെ. സുബ്ഹാനല്ലാഹ്. ഇനി അഥവാ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ചെയ്യും പിന്നെ നിർത്തും, ചെയ്യും പിന്നെ നിർത്തും, ആ ഒരു അവസ്ഥയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലെ. എന്നാലും നമുക്ക് ചോദ്യം ചോദിക്കുമ്പോൾ വല്ലാത്തൊരു അഹങ്കാരം. ചോദ്യം ചോദിക്കുമ്പോൾ വിചാരിക്കും നമ്മൾ ബാക്കിയുള്ളതെല്ലാം കംപ്ലീറ്റ് ആക്കിയിട്ട് ഈ ഒരൊറ്റ കാര്യം കൂടെ തിരുത്താനുള്ളൂ, ആ രീതിയിലാണ് നമ്മൾ ചോദിക്കുന്നത് എന്നല്ലേ. അപ്പൊ പ്രത്യേകം ശ്രദ്ധിക്കുക, അള്ളാന്റെ പ്രോമിസ് ആണ്, അള്ളാഹ് പഠിപ്പിച്ചോളും എന്നുള്ളത്. ഓക്കെ, അപ്പം അള്ളാഹു സുബ്ഹാനഹു വ തആല ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് എല്ലാ കാര്യങ്ങളും പഠിപ്പിച്ചു തരിക തന്നെ ചെയ്യും. അതില് ഈമാൻ ഉണ്ടായിരിക്കുക, വിശ്വാസം ഉണ്ടായിരിക്കുക. ഓക്കെ, അപ്പം അള്ളാഹ് അത്രയും കാര്യങ്ങൾ പഠിപ്പിച്ചു തരുന്നത് നിങ്ങൾക്ക് ക്ലിയർ ആയി കഴിഞ്ഞാൽ നിങ്ങൾ വേഗം പിന്നെ സംസാരം ഇല്ലാണ്ട് ആക്ഷനിലേക്ക് ഇറങ്ങിക്കോ എന്നുള്ള നീയത്തിലാണല്ലേ. നിങ്ങളെ ഞാൻ ക്ലിയർ ആക്കി നിങ്ങൾക്ക് കാര്യങ്ങൾ പറഞ്ഞു തരുന്നുണ്ട്. അതുകൊണ്ട് ഇനി ഒരുപാട് സംസാരം ഒന്നും വേണ്ട, വേഗം നിങ്ങൾ ചെയ്യാൻ തുടങ്ങിക്കോ, വർത്താനം മാത്രമായി പോണ്ടാന്ന്. ഓക്കെ, അപ്പം എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക. ഇൻഷാ അല്ലാഹ് 267 ആയത്ത്, യാ അയ്യുഹല്ലദീന ആമനൂ أنفقوا من طيبات ما كسبتم ومما أخرجنا لكم من الأرض ولا تيمموا الخبيث منه تنفقون ولستم بأخذيه إلا أن تغمضوا فيه واعلموا أن الله غني حميد. സത്യവിശ്വാസികളെ നിങ്ങൾ സമ്പാദിച്ചുണ്ടാക്കിയ നല്ല വസ്തുക്കളിൽ നിന്നും ഭൂമിയിൽ നിന്ന് നിങ്ങൾക്ക് നാം ഉൽപ്പാദിപ്പിച്ചു തന്നതിൽ നിന്നും നിങ്ങൾ ചെലവഴിക്കുവിൻ. കണ്ണടച്ചുകൊണ്ടല്ലാതെ നിങ്ങൾ സ്വീകരിക്കാത്ത മോശമായ സാധനങ്ങൾ, അതായത് ദാനധർമ്മങ്ങളിൽ ചെലവഴിക്കാനായി കരുതി വെക്കരുത്. അള്ളാഹു ആരുടെയും ആശ്രയമില്ലാത്തവനും സ്തുത്യർഹനുമാണെന്ന് നിങ്ങൾ അറിഞ്ഞുകൊള്ളുക. വാക്കർത്ഥം, യാ അയ്യുഹല്ലദീന ആമനൂ, വിശ്വസിച്ചവരെ, അൻഫിഖൂ നിങ്ങൾ ചെലവഴിക്കുവിൻ, മിൻ ത്വയ്യിബാത്ത് നല്ലതായതിനെ, ത്വയ്യിബായതിനെ, മാ കസബ്തും നിങ്ങൾ സമ്പാദിച്ചുണ്ടാക്കിയതിലെ, കാപ്സീൻ ബ, മിമ്മ യാതൊന്നിലെയും, അഖ്റജ്ന നാം ഉൽപ്പാദിപ്പിച്ച അല്ലെങ്കിൽ പുറത്തു കൊണ്ടുവന്ന, ഖാറ ജീം, ലക്കും നിങ്ങൾക്ക്, മിനൽ അർദ് ഭൂമിയിൽ നിന്നും, വലാ തയമ്മമു നിങ്ങൾ കരുതി വെക്കരുത്, യാ മീം മീം, അൽ ഖബീസ് ചീത്തയായതിനെ, മിൻഹു അതിൽ നിന്ന്, തുൻഫിഖൂന നിങ്ങൾ ചെലവഴിക്കാൻ, തുൻഫിഖൂന നിങ്ങൾക്ക് അറിയുന്ന റൂട്ടാണ്, അതായത് അതിനുണ്ട്, വലസ്തും നിങ്ങൾ അല്ലാതിരിക്കെ, ലസ്തും ലൈസയുടെ വേറെ ഫോമാണ്, ലാം യാ സ, ബി അഖിദി അത് സ്വീകരിക്കുന്നവൻ, ഹംസ ഖാദാൽ, ഇല്ല അല്ലാതെ, അൻതുമിദു നിങ്ങൾ കണ്ണ് ചിമ്മുക, ഐൻ മീം ദാദ്, ഫീഹി അതിനെപ്പറ്റി, വഅലമു നിങ്ങൾ അറിയുവിൻ, അന്നല്ലാഹ അല്ലാഹു എന്ന്, ഗനിയ്യുൻ ധന്യൻ, ഹമീദ് സ്തുത്യർഹൻ, ഐൻ നൂൻ യാ ഹ മീം ദാൽ. തഫ്സീർ നോക്കാം. അള്ളാഹ് പറയാണ്, പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ വിശ്വസിച്ചവരെ, അല്ലയോ ഈമാൻ ഉള്ളവരെ അല്ലെ. അപ്പൊ നിങ്ങൾ ഈമാൻ ഉള്ളവരാണെങ്കിൽ ദാ റെസ്പോണ്ട് ചെയ്യേ, ഞാൻ പറഞ്ഞ കാര്യത്തിന് നിങ്ങൾ ഇതാ വേഗം എന്ന് പറഞ്ഞോ അല്ലെ, ഞാൻ കേട്ടു അനുസരിച്ചു എന്ന് പറഞ്ഞോ. കാരണം അള്ളാഹു എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഈമാനുള്ളവരുടെ ലക്ഷണം എന്താണ്, അവരപ്പൊ തന്നെ അത് കേൾക്കുക, അത് അനുസരിക്കുക അല്ലെ. അള്ളാഹിന്റെ അടുത്ത് ഇതാ നിങ്ങൾ പറഞ്ഞോ ലബ്ബൈക്ക് അല്ലെ, അതാ ഞാൻ ഇവിടെ എത്തി, നീ വിളിച്ചിടത്തേക്ക് ഞാൻ വന്നു, നീ കൽപ്പിച്ചാൽ മതി, ഞാനത് ചെയ്തോളാം. അതാണ് ഈ അയ്യുഹല്ലദീന ആമനു എന്നുള്ള വിളിയുടെ അർത്ഥം. സുബ്ഹാനല്ലാഹ്, ഭയങ്കര പവർഫുൾ ആണ് അല്ലെ. എപ്പോഴും യാ അയ്യുഹല്ലദീന ആമനു കേട്ടുകഴിഞ്ഞാൽ നമ്മൾ ഒന്ന് ഇറക്കണം. കാരണം അതിന് തൊട്ട് പിന്നാലെ പറയുന്ന കാര്യം അതേപടി നമുക്ക് എടുക്കാനുള്ളതാണ് അല്ലെ. സുബ്ഹാനല്ലാഹ്. അപ്പൊ അത് നമ്മളെ അല്ലെങ്കിൽ നമ്മുടെ ഈമാന്റെ ടെസ്റ്റ് ആണ് അത്. നമുക്ക് ഈമാൻ ഉണ്ടോ ഇല്ലേന്ന് തെളിയിക്കുന്ന ഒരു കാര്യം കൂടെയാണ് അത്. സുബ്ഹാനല്ലാഹ്. അപ്പം അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറയാൻ പോണത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അത് മാത്രമല്ല, ആ കാര്യം ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ഈമാന് പെർഫെക്റ്റ് ആക്കാൻ ഹെൽപ്പ് ആക്കുന്ന കാര്യമാണ്, ഈമാൻ കൂട്ടാൻ ഹെൽപ്പ് ആക്കുന്ന കാര്യമാണ് അല്ലെ. ഈമാൻ ഒന്നും കൂടെ സ്ട്രോങ് ആക്കാൻ, സ്റ്റേബിൾ ആക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന കാര്യമാണ്. സുബ്ഹാനല്ലാഹ്. മാത്രമല്ല, അത് നമ്മൾ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മളെ ഈമാനെ കുറയ്ക്കാനും വീക്കാക്കാനും ഒക്കെ കഴിവുള്ള കാര്യം കൂടിയാണ്. യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ വിശ്വസിച്ചവരെ, എന്താ ചെയ്യേണ്ടത്, അൻഫിഖൂ നിങ്ങൾ ചെലവഴിക്കുവിൻ. നിങ്ങൾ കൂട്ടി വെക്കല്ലേ അല്ലെ, എല്ലാം നിങ്ങളുടെ കയ്യിൽ തന്നെ വെക്കല്ലേ, നിങ്ങൾ ചെലവഴിക്കുവിൻ, നിങ്ങൾ വേസ്റ്റ് ആക്കല്ലേ. നിങ്ങളുടെ കയ്യിൽ അള്ളാഹ് തന്ന കാര്യം ആർക്കും കൊടുക്കാതെ ചെലവഴിക്കാതെ നിങ്ങൾ വേസ്റ്റ് ആക്കല്ലേ. അള്ളാന്റെ മാർഗത്തിൽ നിങ്ങൾ ചെലവഴിക്കുക. എന്താണ് നിങ്ങൾ ചെലവഴിക്കേണ്ടത്? നിങ്ങളുടെ കയ്യിലുള്ളത് എല്ലാം ആണോ? അല്ല. അള്ളാഹ് പറയുന്നു മിൻ
അല്ലെ, എന്തിൽ നിന്നോ കുറച്ച്, അല്ലെ, കുറച്ച് അല്ലെങ്കിൽ ഒരു പാർട്ട്. അതിന്റെ അർത്ഥം നിങ്ങളുടെ കയ്യിലുള്ളത് എല്ലാം നിങ്ങൾ ചെലവഴിക്കണം എന്നല്ല. മീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒന്നിൽ നിന്ന്, അല്ലെ, അതിൽ നിന്ന് കുറച്ച് എന്നുള്ള അർത്ഥത്തില്. അപ്പം നിങ്ങളുടെ കയ്യിലുള്ളതിന് ഒരു പോർഷൻ നിങ്ങൾ ചെലവഴിക്കുക. അപ്പം നമ്മൾക്ക് വേണ്ടി സേവ് ചെയ്യാൻ പാടുണ്ടോ, സമ്പാദിക്കാൻ പാടുണ്ടോ? ഉദാഹരണത്തിന് ഇപ്പൊ നമുക്ക് എന്തെങ്കിലും ഒരു വരുമാനം ഉണ്ടെന്ന് നോക്കാം. അപ്പം അതിന്റെ ഒരു എമൗണ്ട് ഓക്കെ നമ്മൾ സേവിങ്സിലേക്ക് മാറ്റി വെക്കുകയാണ്. നമുക്ക് ഒന്നെങ്കിൽ ഭാവിയിൽ ഒരു വീട് ഉണ്ടാക്കാനോ, അല്ലെങ്കിൽ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനോ, ഇനി ഈവൻ എന്തെങ്കിലും അസുഖം വന്നാൽ ചികിത്സിക്കാനോ, ഒരു കാറ് വാങ്ങാനോ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് മാറ്റി വെക്കാൻ പറ്റുമോ? പറ്റും. ഓക്കെ. പക്ഷെ അതിന്റെ അർത്ഥം നമ്മളുടെ കയ്യിലുള്ള എല്ലാ എക്സ്ട്രാ മണിയും സേവിങ്സിലേക്ക് പോകണം എന്നല്ല. അല്ലെങ്കിൽ എല്ലാ എക്സ്ട്രാ മണിയും അല്ലെങ്കിൽ നമ്മളെ കയ്യിൽ കിട്ടിയ എല്ലാം നമ്മളെ ആവശ്യങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കണം എന്നല്ല. അതിൽ കുറച്ച്, അല്ലെ, അതിൽ നിന്ന് കുറച്ച് അള്ളാന്റെ മാർഗത്തിൽ നിങ്ങൾ ചെലവഴിക്കണം. സുബ്ഹാനല്ലാഹ്. നമുക്കറിയാം ഒരു കൊല്ലം കംപ്ലീറ്റ് ആക്കുമ്പം, അല്ലെ, കൊല്ലം കംപ്ലീറ്റ് ആയി കഴിഞ്ഞിട്ട് ബാക്കി നമ്മുടെ കയ്യിൽ എന്തുണ്ടോ, പൈസയാണെങ്കിൽ എത്ര പൈസ ഉണ്ടോ അതിലൊരു ശതമാനം നമ്മൾ സക്കാത്ത് കൊടുക്കണം. അത് മാൻഡേറ്ററി ആണ്, അല്ലെ. അതേപോലെ നമ്മുടെ കയ്യിൽ എന്തൊരു ഇൻകം ഉണ്ടെങ്കിലും, എന്തൊരു മണി അല്ലെങ്കിൽ വരുമാനം നമ്മളെ കയ്യിലുണ്ടെങ്കിലും, അല്ലെങ്കിൽ എന്ത് വസ്തുക്കൾ നമ്മളെ കയ്യിലുണ്ടെങ്കിലും, യെസ്, നമുക്കത് യൂസ് ചെയ്യാം, അല്ലെ, അതിൽ നിന്ന് നമുക്ക് പ്രയോജനം എടുക്കാം, നമുക്കത് ഉപയോഗിച്ച് ഇൻവെസ്റ്റ് ചെയ്യാം, നമുക്ക് സേവ് ചെയ്യാം, ഒക്കെ ചെയ്യാം. പക്ഷേ അതിൽ ഒരു പെർസെൻറ്റേജ് അല്ലെങ്കിൽ ഒരു പോർഷൻ അള്ളാന്റെ മാർഗത്തിലും ചെലവഴിക്കണം. കാരണം അള്ളാന്റെ ദീനിനും ചില അവകാശങ്ങളുണ്ട്, നമ്മുടെ ചുറ്റുപാടുമുള്ള ആൾക്കാർക്കും ചില അവകാശങ്ങളുണ്ട്, അല്ലെ. ദരിദ്രർക്ക്, പാവപ്പെട്ടവർക്ക്, ആവശ്യക്കാർക്കൊക്കെ ചില അവകാശങ്ങളുണ്ട്. അതുകൊണ്ട് നമ്മളും നമ്മുടെ ജീവിതവും നമ്മുടെ കുട്ടികളുടെ വിദ്യാഭ്യാസവും നമ്മളെ വീടും മാത്രമായി പോകരുത് നമ്മളുടെ കൺസേൺ, അല്ലെ. സുബ്ഹാനല്ലാഹ്. അല്ലെങ്കിൽ എനിക്ക് എന്റെ വീട്, എന്റെ കാര്യങ്ങൾ എന്നുള്ളത് ആയി പോകരുത്. നമ്മൾ മറ്റുള്ളവരെ കുറിച്ചും കൺസേൺഡ് ആയിരിക്കണം. സുബ്ഹാനല്ലാഹ്. അങ്ങനെ ഒരാള്, അല്ലെ, മറ്റുള്ളവരെ കുറിച്ച് വിഷമിക്കുമ്പം അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെ കാര്യം നോക്കിക്കോളും. അള്ളാഹ് പറയുന്നു, അംഫിഖൂ, നിങ്ങൾ ചെലവഴിക്ക്, മിൻ, അതിൽ നിന്ന് കുറച്ച്. എന്തിൽ നിന്നാണ് കുറച്ച് ചെലവഴിക്കാൻ പറഞ്ഞത്? മിൻ ത്വയ്യിബാതി മാ കസബതും, നിങ്ങൾ സമ്പാദിച്ചതിൽ നിന്ന് നല്ലത്, അല്ലെ, ത്വയ്യിബായിട്ടുള്ളത് നിങ്ങൾ ചെലവഴിക്കുക. ത്വയ്യിബാത്ത് എന്ന് പറഞ്ഞാൽ ത്വയ്യിബയുടെ പ്ലൂറലാണ് ത്വയ്യബ. ത്വയ്യിബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ക്ലീൻ ആയിട്ടുള്ള, നല്ലതായിട്ടുള്ള, അല്ലെ, ഗുഡ് ആയിട്ടുള്ള കാര്യങ്ങൾ. ത്വീബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗുഡ്നെസ് ആണ്, എന്തെങ്കിലും ഒരു കാര്യത്തിലെ ഗുണം അല്ലെങ്കിൽ നന്മ. ത്വീബ് രണ്ട് തരത്തിലാണ്, അല്ലെങ്കിൽ ത്വയ്യിബ് എന്ന് പറഞ്ഞ രണ്ട് രീതിയിലാണ്. ഒന്ന് ഹിസ്സി ആയിട്ടുള്ള, അതായത് ഫിസിക്കൽ ആയിട്ടുള്ള, ഭൗതികമായിട്ടുള്ള ക്ലെൻലിനെസ് അല്ലെങ്കിൽ ഗുഡ്നെസ് എന്ന് പറയുന്നത്, അതായത് നമുക്ക് കാണാൻ പറ്റുന്ന, തൊട്ടറിയാൻ പറ്റുന്ന. സെക്കൻഡില് നവി ആയിട്ടുള്ളത്, നമുക്ക് തൊട്ടറിയാൻ പറ്റാത്ത ത്വയ്യിബ്. അപ്പം ഉദാഹരണം പറയുകയാണെങ്കിൽ ഫിസിക്കൽ സെൻസ്, ഹെസി ആയിട്ടുള്ള ത്വയ്യിബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു വസ്തു അത് ക്ലീൻ ആണ്, അല്ലെങ്കിൽ നല്ലതാണ്, കാണാൻ നല്ലതാണ്, ഓക്കെ, അത് കാണുമ്പോൾ നമുക്കൊരു സന്തോഷം തരുന്ന കാര്യങ്ങൾ, അതിന് ക്വാളിറ്റി ഉണ്ട്, പഴകിയതല്ല, ഫ്രഷ് ആണ്, പ്രയോജനപ്രദമാണ്, ഓക്കെ, ബ്രോക്കൺ അല്ല, അങ്ങനത്തെ വസ്തുക്കളുണ്ടല്ലോ, അതായത് ഉപയോഗശൂന്യമല്ലാത്ത, ആയതല്ലാത്ത, അതുകൊണ്ട് പ്രയോജനം ഉണ്ടാകുന്ന, അത് വളരെ പഴകി നശിച്ചു കീറി അങ്ങനെ ആയതല്ലാതെ ഫ്രഷ് ആയിട്ടുള്ള, ഗുഡ് ക്വാളിറ്റി ഉള്ള, കാണാൻ നല്ലതായിട്ടുള്ള സാധനങ്ങളാണ് ഹിസ്സി ആയിട്ടുള്ള, അത് ഭൗതിക ഫിസിക്കൽ സെൻസിലുള്ള ത്വയ്യിബ് എന്ന് പറയുന്നത്. ഇനി മാനവി ആയിട്ടുള്ളത്, അത് ഫിസിക്കൽ അല്ലാതെ നമുക്ക് ടച്ച് ചെയ്യാൻ പറ്റാത്ത ക്ലെൻലിനെസ് എന്ന് പറയുന്നത് ഹലാലായിട്ടുള്ള കാര്യങ്ങൾ, ഒക്കെ നമ്മൾ സമ്പാദിക്കുന്നതിലും ഹലാലായിട്ടുള്ള കാര്യങ്ങളും ഒക്കെ, അതുപോലെ നമ്മുടെ കയ്യിലുള്ള വസ്തുക്കളിലും ഹലാലായിട്ടുള്ള, പ്യുവർ ആയിട്ടുള്ള കാര്യങ്ങളാണ് മാനവി ആയിട്ടുള്ള ത്വയ്യിബ് എന്ന് പറയുന്നത്. സോ അള്ളാഹു പറയാണ്, അംഫിഖു, നിങ്ങൾ ചെലവഴിക്കുക, എന്നിൽ നിന്നാണ്, മിൻ ത്വയ്യിബാതി മാ കസബതും, നിങ്ങൾ സമ്പാദിച്ചതിൽ നിന്ന് ത്വയ്യിബായിട്ടുള്ള കാര്യങ്ങൾ. കെസ്ബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമ്പാദിക്കുക, അല്ലെ, എന്തെങ്കിലും ഒരു കാര്യം, നമ്മൾ എന്തെങ്കിലും ഒരു അമലിലൂടെ, നമ്മൾ എന്തെങ്കിലും ഒരു പ്രവൃത്തിയിലൂടെ, എന്തെങ്കിലും ഒരു എഫേർട്ട് എടുത്തിട്ട്, അല്ലെ, എന്തെങ്കിലും ഒരു പണി ചെയ്തിട്ട് അതിന്റെ റിസൾട്ടായിട്ട് നമ്മൾക്ക് കിട്ടിയ കാര്യങ്ങൾ, അതാണ് നമ്മുടെ കെസ്ബ് എന്ന് പറയുന്നത്, സമ്പാദ്യം. ഓക്കെ, അത് ഒരാളുടെ ഫിസിക്കൽ ലേബർ ആവാം, അപ്പം ശാരീരികമായിട്ട് അധ്വാനിച്ച, അല്ലെ, പാടത്ത് പണിയെടുക്കുകയോ കച്ചവടം ചെയ്യുവോ, അങ്ങനെ, അല്ലെ, എവിടെയെങ്കിലും പോയി എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങിക്കൊണ്ടോ, ഏത് രീതിയിലാണെങ്കിലും അത് ശാരീരികമായ അധ്വാനത്തിന്റെ റിസൾട്ട് ആവാം ആ കെസ്ബ്, അല്ലെങ്കിൽ ഇന്റലക്ച്വൽ ആയിട്ടുള്ള, ബുദ്ധിപരമായിട്ടുള്ള, അല്ലെ, ചിന്ത കൊണ്ട്, അങ്ങനെ ഒരു ഓഫീസ് വർക്ക് പോലെയുള്ള കാര്യങ്ങൾ, അങ്ങനെ ആണെങ്കിലും അതൊക്കെ വഴി നമ്മൾ സമ്പാദിച്ചത്. ഓക്കെ, അപ്പം എന്തൊരു രീതിയിലും മനുഷ്യന്മാര് അയാളുടെ ഒരു എഫേർട്ട് വഴി സമ്പാദിച്ചത് ആണ് കെസ്ബ് എന്ന് പറയുന്നത്, അല്ലെ. അത് ബിസിനസ് ആവാം, ജോബ് ആവാം, സർവീസ് ആവാം, എന്തെങ്കിലും. കസ്ബ് എന്ന് പറയുന്നത് അത് മാത്രമല്ല, അതായത് എന്തെങ്കിലും ഒരു അമലിലൂടെ നേടിയത് മാത്രമല്ല, പക്ഷെ നമ്മളുടെ ബന്ധങ്ങളിലൂടെ, അല്ലെ, റിലേറ്റീവ്സ്, ഫ്രണ്ട്സ്, മറ്റ്, അല്ലെ, നമ്മളുടെ മറ്റ് കണക്ഷൻസ്, അപ്പൊ അങ്ങനെയുള്ളവരൊക്കെ നമുക്ക് തരുന്നത്
ഓക്കെ. ഇപ്പൊ ഒരു കുട്ടിയായിരിക്കുമ്പോൾ കുട്ടിക്ക് ഉപ്പയും ഉമ്മയും ചിലപ്പോൾ ഗിഫ്റ്റ് കൊടുത്തെന്ന് വരും അല്ലെ, അല്ലെങ്കിൽ ഈവൻ ഈ കുട്ടി വലുതായി 10-30 വയസ്സായി കഴിഞ്ഞാൽ ഉപ്പയും ഉമ്മയും ചിലപ്പോൾ അല്ലെ ഒരു ഈദിന്റെ ഗിഫ്റ്റോ ഇനി സാമ്പത്തികമായിട്ടും പൈസ കൊടുക്കും ഒക്കെ ചെയ്തെന്ന് വരും. അപ്പം ഇതൊക്കെയും എന്തിലും പെടും? കെസ്ബില് പെടും. ഓക്കെ, ഗിഫ്റ്റ് ആയിട്ട് റിസീവ് ചെയ്തിട്ട് അത് ഗിഫ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഓണർഷിപ്പിലുള്ള കാര്യങ്ങളാണല്ലോ അല്ലെ. അപ്പോൾ ഫ്രണ്ട്സ് വഴി റിലേറ്റീവ്സ് വഴിയൊക്കെ ഗിഫ്റ്റ് ആയിട്ട് വരുന്നത്. അപ്പൊ മാക്കസെപ്റ്റ് എന്ന് വേറൊരു വാക്കിൽ പറഞ്ഞാല് നമ്മൾ ഓൺ ചെയ്യുന്ന, ഓക്കെ, നമ്മുടെ ഉടമസ്ഥതയിലുള്ള എല്ലാ കാര്യങ്ങളും. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ്, നിങ്ങൾ ചെലവഴിക്ക് നിങ്ങളുടെ കയ്യിലുള്ളതിന്റെ നല്ലതിൽ നിന്ന്, ഹലാലായിട്ടുള്ള, പ്യുവർ ആയിട്ടുള്ള, നല്ലതായിട്ടുള്ള, വാല്യൂബിൾ ആയിട്ടുള്ള, പ്രയോജനപ്രദമായിട്ടുള്ള അത്തരത്തില് നിങ്ങൾ സമ്പാദിച്ചതിൽ നിന്ന് നിങ്ങൾ ചെലവഴിക്കുക. നിങ്ങൾ അപ്പം നമ്മൾ പൊതുവെ അല്ലെ നമ്മൾ ഓൺ ചെയ്യുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മൾ സമ്പാദിച്ച കാര്യങ്ങൾ നമുക്ക് വളരെ പ്രിയപ്പെട്ടതായിരിക്കും അല്ലെ. ഇപ്പം 2 ബാഗ് ഉണ്ടെന്ന് നോക്കാം, എന്റെ ബാഗും എന്റെ അനിയത്തിയുടെ ബാഗും. ആ രണ്ടും അവിടെ ഉണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ പ്രിയപ്പെട്ടത്, നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കുന്നത്, കെയർ ചെയ്യുന്നത് ആരുടെ ബാഗായിരിക്കും? എന്റെ ബാഗല്ലേ. കാരണം അതാണ് എനിക്ക് കൂടുതൽ ഇമ്പോർട്ടന്റ് അല്ലെ. അത് എന്റെ ഒന്നെങ്കിൽ ഞാൻ സമ്പാദിച്ചതായിരിക്കാം, അതല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ എനിക്ക് ആരെങ്കിലും അല്ലെ ബന്ധങ്ങളിലൂടെ തന്ന ഗിഫ്റ്റ് തന്നതായിരിക്കും. അപ്പൊ അതെനിക്ക് മോർ ഇമ്പോർട്ടന്റ് ആണ് അല്ലെ. അതുപോലെ ഒരു ഡ്രസ്സ് ആയിക്കോട്ടെ, എന്താണെങ്കിലും ഒരു വീടായിക്കോട്ടെ അല്ലെ. നമ്മൾ ഓൺ ചെയ്യുന്ന വീട് എന്ന് പറയുന്നത് നമ്മൾ മറ്റുള്ളവരുടെ വീടിനേക്കാളും നമുക്ക് പ്രിയപ്പെട്ടതായിരിക്കും. കാരണം നമ്മൾ അക്വയർ ചെയ്തതാണ് അല്ലെ, നമ്മൾ അതിനു വേണ്ടി അധ്വാനിച്ച് അല്ലെ. ഒരു പക്ഷെ നമ്മൾ ഇപ്പം സ്ത്രീകളാണെങ്കിൽ അതിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്, പുരുഷന്മാരായിരിക്കും അത് അധ്വാനിച്ച് ഉണ്ടാക്കിയത്, പക്ഷെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത നമുക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ട, പ്രിയപ്പെട്ട, നമ്മൾക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് അല്ലെ. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, യെസ്, നിങ്ങൾ അക്വയർ ചെയ്തിട്ടുണ്ട്, നിങ്ങൾ കസ്ബ് ചെയ്തിട്ടുണ്ട് അല്ലെ, ഏൺ ചെയ്തിട്ടുണ്ട്, എന്നാൽ അതിലുള്ള നല്ലത് നിങ്ങൾ ചെലവഴിക്കുക. സുബ്ഹാനല്ലാഹ് അല്ലെ, സുബ്ഹാനല്ലാഹ്. സംഭവമൊക്കെ ശരി തന്നെ, നിങ്ങൾ സമ്പാദിച്ചതൊക്കെ തന്നെയാണ്. പക്ഷേ അൻഫിഖൂ മിൻ ത്വയ്യിബാതി മാ കസബ്തും, അതിൽ നല്ല കാര്യങ്ങൾ നിങ്ങൾ ചെലവഴിക്കുക. അല്ലാണ്ട് നിങ്ങളുടെ അതിലുള്ള യൂസ്ലെസ് ആയിട്ടുള്ള, ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള, ഒരു ഗുണവും ഇല്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ ചെലവഴിക്കണ്ടേ. സുബ്ഹാനല്ലാഹ്. അപ്പൊ നിങ്ങൾ നേടിയതിൽ ഏറ്റവും ഭംഗിയുള്ള നല്ല സാധനങ്ങൾ നിങ്ങൾ ചെലവഴിക്കുക. മാത്രമല്ല വേറെ എന്തോ ഒന്നും കൂടെ പറയുന്നുണ്ട് അല്ലെ, അഖ്റജ്നാലക്കും, നിങ്ങൾക്ക് വേണ്ടി ഞാൻ പുറത്തു കൊണ്ടുവന്നത്, എവിടെ നിന്ന്? മിനൽ അർദ്, ഭൂമിയിൽ അല്ലെ, ഉൽപ്പാദിപ്പിച്ചത്. ഭൂമിയിൽ നിന്ന് നിങ്ങൾക്ക് ഞാൻ പുറത്തു കൊണ്ടുവന്നത് അല്ലെങ്കിൽ ഉൽപ്പാദിപ്പിച്ചത്. എന്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയിൽ നിന്ന് നമുക്ക് പുറത്തു കൊണ്ടുവന്ന് തന്നത്? നമ്മളുടെ പ്രയോജനത്തിന് വേണ്ടി ഭക്ഷണങ്ങള് അല്ലെ, ചെടികള്, ഈവൻ മരങ്ങള്, പലതരത്തിലുള്ള ധാന്യങ്ങള്, വിളകള്, ഹെർബ്സ് എല്ലാം അല്ലെ. നമ്മൾ അതിൽ നിന്ന് കഴിക്കുന്ന നമുക്ക് പ്രയോജനം ഉൾക്കൊള്ളുന്നുണ്ട്. അപ്പം വമിമ്മ അഖ്റജ്നാ ലക്കും മിനൽ അർദ്. സുബ്ഹാനല്ലാഹ്. മാത്രമല്ല ഭൂമിയിൽ നിന്ന് വരാന്ന് പറയുമ്പോൾ അതിനകത്ത് പലതരത്തിലുള്ള മിനറൽസ്, ധാതുക്കൾ, അതായത് ഇപ്പം ഗ്യാസ്, പെട്രോള് ഒക്കെ എവിടെന്നാ വരുന്നത്? അവിടെ നിന്ന് തന്നെ അല്ലെ, എല്ലാം ഭൂമിയിൽ നിന്ന് തന്നെ വരുന്നത്. അതിൽ പലതരത്തിൽ റിഫൈൻ ചെയ്തിട്ട് അത് വരുന്നത്. ഈവൻ സ്വർണം, വെള്ളി എവിടുന്നാ വരുന്നത്? ഭൂമിയിൽ നിന്നാ വരുന്നത്. വെള്ളം എവിടുന്നാ വരുന്നത്? ഭൂമിയിൽ നിന്നാ വരുന്നത് അല്ലെ. സോ ലക്കും മിനൽ അർദ്. നിങ്ങൾ ഇപ്പം ഈവൻ നമ്മൾ മത്സ്യങ്ങൾ ഒക്കെ നോക്കുമ്പോൾ ഇതൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയിൽ നമുക്ക് സംവിധാനിച്ചിട്ടുള്ള കാര്യങ്ങളാണ് അല്ലെ. അപ്പൊ അള്ളാഹു ഭൂമിയിൽ നിങ്ങൾ, അതായത് അതിൽ പലതും ഒരു പക്ഷേ നമ്മൾ എന്താ പറയാ, നമ്മളായിട്ട് സമ്പാദിച്ചുണ്ടാക്കിയതായിരിക്കില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഡയറക്റ്റ് തന്നായിരിക്കില്ല. ഇപ്പൊ നമ്മളെ വീട്ടിൽ ഉണ്ടായിട്ടുള്ള ഒരു ചെടി, അതിൽ നിന്നുണ്ടാകുന്ന ഫലങ്ങൾ, അത് നമ്മൾ പോയി പൈസ കൊടുത്ത് വാങ്ങിയതിൽ പെടുന്നതല്ല അല്ലെ. നമ്മൾ പൈസ കൊടുത്ത് ഒരു മാങ്ങ വാങ്ങുന്നതും നമ്മളെ വീട്ടിലെ മാവിലുണ്ടാവുന്ന മാങ്ങയും തമ്മിൽ വ്യത്യാസമുണ്ട്. ആദ്യത്തേത് എന്താ, നമ്മൾ മിമ്മാ കസബ്തുൽ പെടും, ഇത് അഖ്റജ്നാലക്കും മിനൽ അർദിൽ പെടും അല്ലെ. അതുപോലെ നമുക്ക് പലതും ഫ്രീ ആയിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയിൽ ഉൽപ്പാദിപ്പിച്ചു തന്നിട്ട് നമ്മൾ അതിൽ നിന്ന് പ്രയോജനം ഉൾക്കൊള്ളുന്ന പല കാര്യങ്ങളും ഉണ്ട്. അത് ഭക്ഷണമാവാം, ഇനി എന്തോ, വസ്ത്രങ്ങളും, ഈവൻ ജ്വല്ലറിയും, മെഷീനറീസും, പാത്രങ്ങളും, ഫർണിച്ചറും ഒക്കെയും എല്ലാം ഇതിനകത്ത് പെടും. സുബ്ഹാനല്ലാഹ്. അപ്പം എല്ലാം എന്താണ്, അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു തരത്തിൽ നമുക്ക് സമ്പാദിക്കാൻ അള്ളാഹു അവസരം തന്നിട്ട് അതിലൂടെ നമ്മൾ ഉണ്ടാക്കിയത്, അല്ലെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഭൂമിയിൽ നമുക്കായിട്ട് ഒരുക്കി വെച്ചിട്ടുള്ള കാര്യങ്ങൾ. അപ്പൊ അതിൽ നിന്നെല്ലാം നിങ്ങൾ ചെലവഴിക്കും. അല്ലേ, നമ്മൾ കസ്ബ് ചെയ്ത് നമ്മൾ ഏൺ ചെയ്തതിൽ നിന്നും അള്ളാഹു നമുക്ക് ഭൂമിയിൽ ഉണ്ടാക്കിയിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് നിങ്ങൾ ചെലവഴിക്കുക. സുബ്ഹാനല്ലാഹ്. ഇനി ഇത് രണ്ടും എന്താണ്? ഒരു വ്യക്തിയുടെ പൊസിഷൻസ് ആണല്ലോ, അവന്റെ ഉടമസ്ഥതയിലുള്ള കാര്യങ്ങളാണ്. അവനാണ് അതിന്റെ ഓണർ അല്ലെ. സുബ്ഹാനല്ലാഹ്. അവൻ സമ്പാദിച്ചതാണ്, അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ അവൻ എൻറ്റൈറ്റിൽഡ് ആണ്, അത് അവൻ്റെതാണ് അല്ലെ. ചിലപ്പം അവന് സ്വത്തായിട്ട് കിട്ടിയതായിരിക്കാം, ഗിഫ്റ്റ് ആയിട്ട് കിട്ടിയതായിരിക്കാം. അപ്പം അത് അവൻ്റെതാണ്. അപ്പം ശരിക്കും നമ്മളെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പിന്നെ അത് നമ്മളെ തീരുമാനം അല്ലെ, എങ്ങനെ യൂസ് ചെയ്യണം, എങ്ങനെ സ്പെൻഡ് ചെയ്യണം എന്നൊക്കെ ഉള്ളത് നമ്മളെ തീരുമാനം. കാരണം ഇത് എന്റെ സാധനമാണല്ലോ. സുബ്ഹാനല്ലാഹ്. അപ്പം
അങ്ങനെ നമ്മളതിലുണ്ട് എന്ന് വെച്ചിട്ട് നമ്മളത് എൻ്റെത് മാത്രമാക്കി വെക്കരുത് എന്നാണ് അള്ളാഹ് പറയുന്നത്. അതിൽ നിന്ന് ഒരിത്തിരി എടുത്തിട്ട് നിങ്ങൾ മറ്റുള്ളവർക്കും കൊടുക്കുക. ചില പണ്ഡിതന്മാര് ഈ ഒരു ആയത്ത് സക്കാത്തിനെ കുറിച്ചാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. സദക്കയെ കുറിച്ച്, സദക്കനെ കുറിച്ച് മാത്രമല്ല, ഇത് സക്കാത്തിനെ കുറിച്ചാണ് മെയിനായിട്ട് പറയുന്നത്. കാരണം ഒരു വ്യക്തിക്ക് അല്ലെ അവന്റെ അവന്റെ സമ്പാദ്യത്തിൽ നിന്ന് അല്ലെങ്കിൽ അവന്റെ വരുമാനത്തിൽ നിന്ന് ചെലവഴിക്കൽ അവന്റെ മേലുള്ള ഒരു ബാധ്യതയാണ്. ഒരു വർഷത്തിന്റെ അവസാനം എത്ര അവന്റെ കയ്യിൽ സ്വത്തായിട്ടുണ്ടോ അതിൽ നിന്ന് അവൻ സക്കാത്ത് കൊടുക്കണം. അതേപോലെ അവന് എത്ര വിളകളും അല്ലെ കായ്ക്കനികളും ഒക്കെ ഉണ്ടോ, ഫാം അല്ലെങ്കിൽ പഴത്തോട്ടങ്ങളുണ്ടോ, അതിൽ നിന്നും ഇത്ര നിശ്ചിത എമൗണ്ട് അവന് കൊല്ലത്തിന്റെ അവസാനം സക്കാത്ത് കൊടുക്കണം എന്നുള്ള കമാൻഡ് അല്ലേ. കാരണം ഇവിടെ എന്താണ് അംഫിഹു ചെലവഴിക്ക് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ചെലവഴിക്കൽ മാൻഡേറ്ററി ആണ്, വാജിബാണ് എന്ന് ഒരു വിഭാഗം പണ്ഡിതന്മാരുടെ അഭിപ്രായം. ഇത് സക്കാത്തിനെ കുറിച്ചാണെന്ന് പറഞ്ഞിട്ട് ഓക്കെ. പക്ഷെ അതല്ല എന്നുണ്ടെങ്കിൽ പോലും, അതായത് ഇത് സദക്കയെ കുറിച്ചാണ് പറയുന്നതെങ്കിൽ പോലും ഇത് ഈ ഒരു ആയത്ത് കറക്റ്റ് ആണ് അല്ലെ. കാരണം ആ ഒരു വ്യക്തി സമ്പാദിച്ചതും ആ വ്യക്തിയുടെ പൊസിഷനിലുള്ള കാര്യങ്ങളും, അതായത് അള്ളാഹു സുബ്ഹാനഹു വ തആല ഭൂമിയിലൂടെ അവന് വേണ്ടിയിട്ട് ഉണ്ടാക്കി കൊടുത്ത എല്ലാ കാര്യങ്ങൾക്കും മറ്റുള്ളവർക്ക് അവകാശമുണ്ട്. അതുകൊണ്ട് മറ്റുള്ളവർക്കും വേണ്ടി ചെലവഴിക്കുകയും കൂടെ വേണം അല്ലെ. ഇപ്പം ഒരു വീട്ടില് ഒരാൾക്ക് ജോലിയുണ്ട്, അയാൾ സമ്പാദിക്കുന്നുണ്ട്. മറ്റേ ആൾക്കാർ ഇപ്പം വീട്ടിലെ ബാക്കിയുള്ളവർ ചിലപ്പം പഠിക്കായിരിക്കും, അല്ലെങ്കിൽ വീട്ടിലെ കാര്യങ്ങൾ നോക്കാൻ വേണ്ടിയിട്ട് ജോലിക്ക് പോകുന്നുണ്ടാവില്ല. അപ്പൊ നമ്മളൊക്കെ ഒരു ടിപ്പിക്കൽ വീട് എടുത്തു കഴിഞ്ഞാൽ ഭർത്താക്കന്മാര് ജോലിക്ക് പോകുന്നുണ്ടാവും, ഭാര്യമാരെല്ലാം കുട്ടികൾ അവർ ഒന്നെങ്കിൽ വീട് നോക്കുക പഠിക്കുക ഒക്കെ ചെയ്യുന്നുണ്ടാവും അല്ലെ. അപ്പം അവർ ഒരു രീതിയിലും സമ്പാദിക്കുന്നില്ല, പക്ഷെ മറ്റേ ആള് സമ്പാദിക്കുന്നുണ്ട്. അപ്പം ഈ സമ്പാദിക്കുന്ന ആള് പറയാണ് ഈ പൈസ മുഴുവനും എന്റേതാണ്. ഓക്കെ, അപ്പം എന്റെ പൈസയാണ്, ഞാൻ ആർക്കും തരൂല. അങ്ങനെയാണെങ്കിൽ മറ്റുള്ളവര് അല്ലെ ഇതെന്റെ പൈസ ഞാൻ തരില്ലാന്ന് മറ്റുള്ളവർ അവരുടെ ചെലവിന് എന്ത് ചെയ്യും? അവർക്ക് ജോലിക്ക് പോകാനും പറ്റില്ല, ഈ കാര്യങ്ങളൊക്കെ അവർക്ക് ചെയ്യുകയും വേണം. അവർക്ക് അവരുടെ കയ്യിൽ വേറെ എന്തെങ്കിലും ഉണ്ടാവോ? ഒന്നും ഉണ്ടാവില്ല അല്ലെ. അപ്പം ഇയാള് ചെലവഴിച്ചാൽ തന്നെ കാര്യങ്ങൾ നടക്കുള്ളൂ. അപ്പൊ നമുക്ക് കിട്ടുന്ന, നമ്മൾക്ക് ആർക്കാണെങ്കിലും നമ്മുടെ കയ്യിൽ വരുന്ന പൈസ, നമ്മളെ കയ്യിൽ ഏത് രീതിയിലും നമ്മൾ കൈകൊണ്ട് അധ്വാനിച്ചുണ്ടാക്കിയതാണെങ്കിലും നമുക്ക് പാരമ്പര്യമായിട്ട് കിട്ടിയതാണെങ്കിലും ഇനി അതല്ല ഇതുപോലെയുള്ള പ്രൊഡ്യൂസേഴ്സ് ലൈക്ക് ഭൂമിയിൽ നിന്ന് നമുക്ക് കിട്ടിയ മറ്റു ഫലങ്ങളാണെങ്കിലും ഒക്കെ നമുക്ക് തന്നെ വെക്കാനുള്ളതല്ല. നമുക്കുള്ളതും നമ്മൾ സമ്പാദിക്കുന്നതും ഒക്കെ ആർക്കും കൂടെ ഉള്ളതാണ്, മറ്റുള്ളവർക്കും കൂടെ ഉള്ളതാണ്. നമ്മൾ വളരെ ചെറിയ പ്രായം മുതലേ അറിഞ്ഞിരിക്കേണ്ട, നമ്മൾ പകർന്നു കൊടുത്തിരിക്കേണ്ട ഒരു കാര്യമാണ് ഈ ഒരു എന്താ പറയാ ചെലവഴിക്കുക എന്നുള്ള സംഭവം. ഓക്കെ, അപ്പൊ നമ്മൾ ചെറിയ മക്കൾ മുതൽ, നമ്മൾ ഇത് പലതവണ ഡിസ്കഷനിലൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്, എന്നാൽ പോലും ഒന്ന് ഈ ഒരു സാഹചര്യത്തിൽ ഓർമ്മപ്പെടുത്തുന്നേ ഉള്ളൂ. കാരണം മക്കളൊക്കെ പൊതുവേ അല്ലെ അവർക്കൊരു ജോലി കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം മനസ്സിലിരിക്കുന്ന iPhone 17 വാങ്ങണം, എന്റെ ബൈക്ക് മാറ്റണം, കാറ് വാങ്ങണം, സുബ്ഹാനല്ലാഹ്. യെസ്, അതൊക്കെ അവർക്ക് ചെയ്യാം. കാരണം അവർ സമ്പാദിച്ച പൈസ കൊണ്ട് അവരുടെ വെൽബീയിങ് നോക്കുന്നതിൽ ഒരു തെറ്റുമില്ല. ഓക്കെ, പക്ഷെ അവരുടെ മേലെ മാത്രം ചെലവഴിക്കുന്ന ആ ഒരു അവസ്ഥയിലേക്ക് എത്തുന്നതിനെ നമ്മൾ തടയണം അല്ലെ. കാരണം തടയാനല്ല, അതൊക്കെ നമ്മളെ കാണിച്ചു കൊടുക്കണം. കാരണം നമ്മൾ സമ്പാദിക്കുന്നത്, നമ്മൾ സമ്പാദിച്ച അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തൗഫീഖോട് കൂടി നമ്മുടെ കയ്യിലെത്തുന്ന ഓരോ പൈസയും അത് നമുക്ക് വേണ്ടി മാത്രമുള്ളതല്ല, മറ്റുള്ളവർക്കും കൂടി ഉള്ളതാണ്. അള്ളാഹു റിസ്ക് നമുക്ക് തന്നിട്ട് അത് ടെസ്റ്റ് ചെയ്യാണ്, നിങ്ങൾ ആ പൈസ കൊണ്ട് എന്താ ചെയ്യുന്നത്? നിങ്ങളുടെ മാത്രം ആവശ്യങ്ങളും ആഗ്രഹങ്ങളും തീർക്കാൻ വേണ്ടിയിട്ടും ആണോ നിങ്ങൾ ഉപയോഗിക്കുന്നത്? എന്നിട്ട് അത് ഉപയോഗിച്ച് മറ്റുള്ളവരുടെ ഷോ ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, കണ്ടോ ഞാൻ ഭയങ്കര സംഭവം എൻ്റെ അടുത്ത് ഇതൊക്കെ ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണോ? അതോ നിങ്ങൾ വളരെ പ്രയോജനപ്രദമായ രീതിയിൽ മറ്റുള്ളവർക്കും കൂടെ പ്രയോജനം കിട്ടാൻ വേണ്ടിയിട്ട് അത് ഉപയോഗിക്കുന്നുണ്ടോ എന്ന്. സുബ്ഹാനല്ലാഹ്. അപ്പം ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് നമ്മൾ ചെലവഴിക്കുക എന്നുള്ളത് അല്ലെ. നമുക്ക് കിട്ടിയത് മറ്റുള്ളവരുടെ മേൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മാർഗത്തിൽ ചെലവഴിക്കുക എന്നുള്ളത്. സുബ്ഹാനല്ലാഹ്. ഇപ്പം മാത്രമല്ല, നമ്മൾ സമ്പാദിച്ചത് മാത്രമല്ല, നമുക്ക് ഭൂമിയിൽ നിന്ന് കിട്ടിയതും അല്ലെ. ഇപ്പൊ നമുക്ക് ഒരു പച്ചക്കറി തോട്ടം ഉണ്ടെങ്കിൽ ആ തോട്ടത്തിൽ തക്കാളി ആണെങ്കിൽ പോലും ഒരു 10 ഉണ്ടായി കഴിഞ്ഞാൽ 10 നമ്മൾ ഉപയോഗിക്കലല്ല, അതിൽ നിന്ന് പോലും മറ്റുള്ളവർ അർഹിക്കുന്നുണ്ട് അല്ലെ. അപ്പം അത്ര പോലും നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി മാറ്റി വെക്കണം എന്നുള്ള കാര്യം പ്രത്യേകം നമ്മൾ ഓർക്കുക. മറ്റുള്ളവർക്കും നമ്മളെ വീട്ടിലുള്ളവർക്കും അത് കാണിച്ചു കൊടുക്കുക. കാരണം ഭക്ഷണം കൊടുക്കുക എന്നുള്ളതാണ് ദീനിലെ ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് അല്ലെ. നമ്മള് ഒരു ഹദീസിനകത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്രകാരം പറഞ്ഞതായിട്ട് കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എഴുത്ത് അബ്ദുല്ലാഹി ഇബ്നു അംർ റളിയല്ലാഹു അൻഹു ചോദിക്കുന്നുണ്ട്, യാ റസൂലല്ലാഹ് അയ്യൽ ഇസ്ലാമി ഖൈർ, ദീനിൽ എന്താണ്, ദീനിലെ ഏറ്റവും ഉത്തമമായത് എന്താണ്? ഖാല തുത്ഇമു തആം, ഭക്ഷണം കൊടുക്കലാണ്. വതുഖ്രിഉ സലാമ അലാ മൻ അറഫ്ത വമൻ ലം തഅരിഫ, പരിചിതരോടും അപരിചിതരോടും സലാം പറയില്ല. അപ്പം ഏറ്റവും ഉത്തമമായത്, ദീനിലെ തന്നെ ഏറ്റവും ഉത്തമമായ കാര്യം എന്ന് പറയുന്നത് എന്തായിട്ടാ പറയുന്നത്? നിങ്ങൾ ഭക്ഷണം കൊടുക്കാൻ വേണ്ടിയിട്ട് അല്ലെ. സുബ്ഹാനല്ലാഹ്.
അപ്പം ഒരു മുസ്ലിം എന്ന നിലയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് മറ്റുള്ളവർക്ക് ഭക്ഷണം കൊടുക്കലാണ് ഏറ്റവും. ഇവിടെ ഇരിക്കുന്ന ആരും ഉണ്ടാവില്ല അല്ലെ അത് ചെയ്യാൻ പറ്റാത്തതായിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല അത് നമ്മളെ കൊണ്ട് കഴിയുന്നതിന്റെ ബെസ്റ്റ് അള്ളാഹു തൃപ്തിയുള്ള രീതിയിൽ കാര്യങ്ങൾ ഇതുപോലെ ചെയ്യാനുള്ള തൗഫീഖ് നമുക്ക് തരട്ടെ. അതേപോലെ ചെയ്യുമ്പോൾ നമ്മൾ ഇതിനു മുമ്പ് പറഞ്ഞ ഓരോ കാര്യങ്ങളും അല്ലെ അതിന്റെ മന്നും അതയും റിയാവും ഒക്കെ മാറ്റി വെച്ചിട്ട് ചെയ്യാനും അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് തരട്ടെ. അള്ളാഹിന്റെ അടുത്ത് സ്വീകാര്യമായിട്ടുള്ള അമലുകളായിട്ട് മാറട്ടെ. അപ്പം ഇത് പറയുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല വേറൊരു കാര്യം കൂടെ നമ്മൾ ഓർമ്മിപ്പിക്കുന്നുണ്ട്. വലാ തയമ്മമുൽ ഖബീസ്, നിങ്ങള് ഖബീസ് കൊടുക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കുക പോലും ചെയ്യേണ്ട, നീ അതിനെ ഉദ്ദേശിക്കുക പോലും ചെയ്യേണ്ട. ഖബീസ് എന്ന് പറഞ്ഞാല് അശുദ്ധമായിട്ടുള്ള ഇംപ്യോർ ആയിട്ടുള്ള സാധനങ്ങൾ, ഓക്കെ, ശുദ്ധമല്ലാത്ത മോശമായിട്ടുള്ള സാധനങ്ങൾ. തയമ്മും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ വാക്കർത്ഥം അല്ല ഈ ലാ തയമ്മമു എന്ന് പറയുന്നത് തയമ്മം എന്ന് പറയുന്ന വാക്കിൽ നിന്നാണ്. മീം തയമ്മുമിന്റെ വാക്കർത്ഥം ഖസ്ദ്, അതായത് നിയത്ത്, ഇന്റൻഷൻ. എന്തുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്ന തയമ്മും അങ്ങനെ വിളിക്കാൻ കാരണം അത് നമ്മൾ ത്വഹാറ അല്ലെ നമുക്ക് ശുദ്ധി ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ നിയത്ത് ചെയ്യാണ്. ആക്ച്വലി നമ്മൾ നമ്മുടെ ശരീരത്തിനെ പ്യൂരിഫൈ ചെയ്യുന്നില്ല അല്ലെ. തയമ്മം ചെയ്യുമ്പോൾ നമ്മൾ കൈയും കാലും കഴുകുന്നില്ല, മുഖം കഴുകുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല അല്ലെ. നമ്മൾ ജസ്റ്റ് 2 മിനിറ്റ് നെറ്റ് ഓഫായി. ആയിഷ ഓഫായിട്ട് കേൾക്കുന്നില്ലല്ലോ. കറണ്ട് പോയതാണ്, ഞാൻ ഒന്ന് നെറ്റ് റീകണക്ട് ചെയ്യട്ടെ സിസ്റ്റത്തിലേക്ക്. ഓക്കെ ഓക്കെ. ഒരു 2 മിനിറ്റ് ഇപ്പൊ ശരിയാവും. നെറ്റ് കണക്ട് ആവുന്നില്ല സിസ്റ്റത്തിലും തന്നെ.
أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم. സോറി, നെറ്റ് കണക്ട് ആവുന്നില്ല. എന്നാലും സ്ക്രീൻ പ്രസന്റ് ചെയ്യാതെ ഞാൻ പറയാം. നെറ്റ് കണക്ട് ആവുമ്പോൾ സ്ക്രീൻ ഷെയർ ചെയ്യാട്ടോ ഇൻഷാല്ലാ. അപ്പം നമ്മൾ പറഞ്ഞു വന്നത് വല തയമ്മമുൽ ഖബീസ് അല്ലെ, അതായത് നിങ്ങൾ മോശപ്പെട്ട കാര്യങ്ങൾ നീയത്ത് ഉദ്ദേശിക്കുക പോലും ചെയ്യരുത്. ലാ തയമ്മമു എന്ന് പറയുന്നത് തയമ്മം എന്നുള്ള വാക്കിൽ നിന്ന് പറഞ്ഞു. യാ മീം മീം തയമ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീയത്ത്. ഓക്കെ, ഫസ്റ്റ് നമ്മൾ സാധാരണഗതിയിൽ തയമ്മം ചെയ്യുമ്പോൾ നമ്മൾ തഹാറയ്ക്ക് വേണ്ടി, ശുദ്ധിക്ക് വേണ്ടിയിട്ട് നീയത്ത് ചെയ്യാണ് ചെയ്യുന്നത് അല്ലെ. നമ്മൾ നമ്മുടെ കയ്യോ കാലോ മുഖോ ഒന്നും കഴുകുന്നൊന്നുമില്ല. നമ്മൾ ജസ്റ്റ് മണ്ണിലേക്ക് മണ്ണ് അല്ലെങ്കിൽ ആ രീതിയിൽ ക്ലീൻ ആയിട്ടുള്ള ചെളി പോലെയുള്ള കാര്യങ്ങളിൽ കൈവച്ചിട്ട് നമ്മൾ നമ്മുടെ മുഖത്തും കയ്യിലും അത് തടവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ടെക്നിക്കലി നമ്മൾ ശരിക്കും ക്ലീൻ ആവുന്നില്ല അല്ലെ, വെള്ളം ഒഴിച്ച് കഴുകുന്നൊന്നുമില്ല. പക്ഷെ നമ്മൾ അവിടെ എന്താ ചെയ്യുന്നത്, നമ്മൾ നീയത്ത് മാത്രമാണ് ഈ തയമ്മം. നമ്മൾ ക്ലീൻ ആവാൻ വേണ്ടിയിട്ട്, പ്യുവർ ആവാൻ വേണ്ടിയിട്ടുള്ള നീയത്ത് മാത്രമാണ് തയമ്മം. അപ്പൊ തയമ്മം എന്ന് പറഞ്ഞാൽ അതിന്റെ ലിറ്ററൽ മീനിങ് എന്താണ്? നീയത്താണ്, ഉദ്ദേശം ആണ്. ഓക്കെ, അപ്പം ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ് വലാ തയമ്മമു, നിങ്ങൾ എന്താക്കരുത്, ഉദ്ദേശിക്കരുത് അൽ ഖബീസ്. എന്തിനു വേണ്ടിയിട്ട്? ഖബീസിന് വേണ്ടിയിട്ട്. ഓക്കെ, ഇംപ്യൂർ ആയിട്ടുള്ള, അശുദ്ധമായിട്ടുള്ള, മോശമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ഉദ്ദേശിക്കുക പോലും ചെയ്യരുത്. ഓക്കെ, കൊടുക്കുന്ന കാര്യം അവിടെ നിൽക്കട്ടെ, മോശമായിട്ടുള്ള കാര്യം കൊടുക്കുന്നതല്ല, കൊടുക്കരുത് എന്നല്ല അല്ല പറയുന്നത്. അത് നിങ്ങൾ ഉദ്ദേശിക്കുക പോലും ചെയ്യരുത് മോശമായിട്ടുള്ള കാര്യത്തില്. സുബ്ഹാനല്ലാഹ്. അപ്പൊ നമ്മളുടെ ഇംപ്യൂർ ആയിട്ടുള്ള, അശുദ്ധമായിട്ടുള്ള സമ്പാദ്യങ്ങൾ, സ്വത്തുക്കൾ നിങ്ങൾ അള്ളാന്റെ മാർഗത്തിലോ മറ്റുള്ളവർക്ക് കൊടുക്കുന്ന കാര്യം ചിന്തിക്കുക പോലും ചെയ്യരുത്. അപ്പം ഖബീസ് എന്ന് പറയുന്നത് എന്താണ്? ത്വയ്യിബിന്റെ നേരെ ഓപ്പോസിറ്റ് അല്ലെ. ത്വയ്യിബ് നല്ലത്, ശുദ്ധമായത്, ഖബീസ് മോശമായത്, അശുദ്ധമായത്. ഇതേപോലെ ഖബീസും രണ്ട് തരത്തിലുണ്ട്, ഹിസ്സി ആയിട്ടുള്ളതും മാനവി ആയിട്ടുള്ളതും. ഹിസ്സി ആയിട്ടുള്ളത് നമുക്ക് ഫിസിക്കലി ടച്ച് ചെയ്ത് അറിയാൻ പറ്റുന്ന മോശം, മാനവി ആയിട്ടുള്ളത് ടച്ച് ചെയ്ത് അറിയാൻ പറ്റാത്ത മോശമാണ്. അപ്പം ഹിസ്സി ആയിട്ടുള്ള അല്ലെങ്കിൽ ഫിസിക്കൽ ഇംപ്യൂർ, ഫിസിക്കലി ഖബീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു വസ്തു ക്ലീൻ അല്ലാത്ത, ഓക്കെ, ഡേർട്ടി ആയിട്ടുള്ള ഒരു കാര്യം, പഴയതായിട്ടുള്ളത്, പഴകിയ നശിച്ചു പോയിട്ടുള്ളത്, മോശം മണമുള്ള കാര്യങ്ങൾ, ഒക്കെ കാണാൻ ലുക്കൊക്കെ മാറി അളിഞ്ഞ പോയ സാധനങ്ങൾ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വസ്തു പൊട്ടിപ്പോയത്, ക്രാക്ക് വീണത്, ഉപയോഗശൂന്യമായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെയാണ് ഖബീസ് എന്ന് പറയുന്നത്. അതായത് നല്ലതല്ലാത്ത, ക്ലീൻ അല്ലാത്ത കാര്യങ്ങൾ. ഇനി രണ്ടാമത്തെ രീതിയിലുള്ള ഖബീസ് അല്ലെങ്കിൽ മാനവി ആയിട്ടുള്ള ഖബീസ് എന്ന് പറയുന്നത് ഹറാമായിട്ടുള്ള കാര്യങ്ങൾ. ഒരാള് കട്ട പൈസ അല്ലെങ്കിൽ പലിശ പോലത്തെ പൈസ അല്ലെ, അതായത് മോശം തെറ്റായ വഴികളിലൂടെ ഉള്ള സമ്പാദ്യങ്ങൾ, പൈസ എന്നുള്ളതല്ല എന്തും. അപ്പൊ ഒരു കട്ട ഒരു സാധനവും അതിനകത്ത് പെടും. ഓക്കെ, ഹലാലല്ലാത്ത ഹറാമായിട്ടുള്ള കാര്യങ്ങളാണ് മാനവി ആയിട്ടുള്ള ഖബീസ് എന്ന് പറയുന്നത്. അപ്പം ആ ഒരു വസ്തു നമുക്ക് ചാരിറ്റിയിൽ കൊടുക്കുന്നത് ഉദ്ദേശിക്കുക പോലും ചെയ്യണ്ട എന്നാ പറയുന്നത്. വലാ തയമ്മമുൽ ഖബീസ്, നിങ്ങൾ അതിനെ കുറിച്ച് ചിന്തിക്കുക പോലും ചെയ്യണ്ട, ഇംപ്യൂർ ആയിട്ടുള്ള കാര്യം കൊടുക്കുന്നത്. ഓക്കെ, വലാ തയമ്മമുൽ ഖബീസ മിൻഹു തുൻഫിഖൂൻ, അതിൽ നിന്ന് ചെലവഴിക്കുന്ന കാര്യം. അപ്പം ആ ഒരു സംഭവം നിങ്ങൾ ചിന്തിക്കുക പോലും വേണ്ട. അപ്പം ഒരു വ്യക്തിയുടെ സമ്പാദ്യം എന്ന് പറയുന്നത് അതിനകത്ത്, അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ കയ്യിലുള്ള സാധനങ്ങൾ എന്ന് പറയുന്നത് അതിനകത്ത് ത്വയ്യിബും ഉണ്ടാവും, ഖബീസും ഉണ്ടാവും അല്ലെ. നമ്മളെ കയ്യിലുള്ള ത്വയ്യിബും ഉണ്ടാവും, ഖബീസ് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ സമ്പാദ്യങ്ങൾ, അതായത് നമ്മൾ സമ്പാദിച്ചു വെച്ച സാധനങ്ങളിൽ ഹറാം സമ്പാദ്യം ഉണ്ടാവില്ല. പക്ഷെ ഇപ്പൊ നമ്മളെ കയ്യിലുള്ള വസ്തുക്കളിൽ ത്വയ്യിബും ഖബീസും ഉണ്ടാവും. ഇപ്പം ഉദാഹരണത്തിന് നമ്മളതിൽ വളരെ പെർഫെക്റ്റ് കണ്ടീഷനുള്ള ഉപയോഗിക്കാൻ പറ്റുന്ന അടിപൊളിയായിട്ടുള്ള സാധനങ്ങൾ ഉണ്ടാവും. എന്നാൽ വേറെ ചില സാധനങ്ങൾ ഉണ്ടാവും, ആൾക്കാർ ചോദിക്കും ഇത് നിനക്ക് ഇതുവരെ ഒഴിവാക്കാനായിട്ടില്ലേ അല്ലെ, ആ രീതിയിൽ ചോദിക്കുന്ന പോലെ സാധനങ്ങളുണ്ട്. അപ്പൊ ചില പഴയ നൈറ്റികൾ, പഴയ ചുരിദാറൊക്കെ നമുക്കത് ഇടാൻ ഭയങ്കര കംഫർട്ട് ആയതിന്റെ പേരിൽ നമ്മളത് എത്ര കളറ് പോയിട്ടുണ്ടാവും, നൂല് പൊങ്ങിയിട്ടുണ്ടാവും, എന്നാലും നമ്മളതവിടെ കരുതി വെക്കല്ല, നമ്മളത് ഇടാൻ വേണ്ടിയിട്ട് കളയാതെ വെക്കുന്ന സാധനങ്ങളുണ്ടാവും. ഇതൊക്കെ എന്തിൽ പെടുന്നതാണ്? ഖബീസിൽ പെട്ടതാണ്. എന്നാൽ പിന്നെ നമ്മളടുത്ത് അല്ലാത്ത നല്ല പെർഫെക്റ്റ് കണ്ടീഷനുള്ള ന്യൂ ആയിട്ടുള്ള, കാണാൻ അടിപൊളിയായിട്ടുള്ള, ഉപയോഗിക്കാൻ പറ്റുന്ന, എന്നുവെച്ചാൽ കണ്ടാലും പഴമ തോന്നാത്ത കാര്യങ്ങളും നമ്മളടുത്ത് ഉണ്ടാവും. അതേപോലെ പാത്രങ്ങൾ അല്ലെ, നമ്മളടുത്ത് നല്ല പാത്രങ്ങളും ഉണ്ടാവും. ഈ പറഞ്ഞ പോലെ കൈ പൊട്ടിയ നോൺ സ്റ്റിക്കിന്റെ പാനും അല്ലെ, അത് ഉരച്ചൊരച്ച് അതിന്റെ അടിയും നോൺ സ്റ്റിക്കിന്റെ കോട്ടിംഗ് ഒക്കെ പോയിട്ടുണ്ടാവും. എന്നാലും ചിലപ്പം വേറെ വാങ്ങാൻ പോകാൻ സമയം ഇല്ലാഞ്ഞിട്ടോ അത് മറന്നു പോയിട്ടോ ഒക്കെ നമ്മൾ അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത്
കൊണ്ടുപോകുന്നുണ്ടാവും. അപ്പം ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ എന്താണ് നമ്മളുടെ പൊസിഷനിലുള്ള നമ്മുടെ ഉടമസ്ഥതയിലുള്ള സർവീസ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. സുബ്ഹാനല്ലാഹ്. അപ്പൊ നമ്മളെ കയ്യിലുള്ള മറ്റ് ത്വയ്യിബായിട്ടുള്ള നല്ലതായിട്ടുള്ള കാണാൻ ഗുണമുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള സാധനങ്ങൾ അപേക്ഷിച്ച് ഇതൊക്കെ എന്തിൽ പെട്ടെന്നാണ് സബീസിലാണ്. സുബ്ഹാനല്ലാഹ്. അപ്പം സാധാരണയായിട്ട് എന്താ സംഭവിക്കുക, ചെലവഴിക്കുന്ന കാര്യത്തിൽ ആളുകൾ പലപ്പോഴും രണ്ട് എക്സ്ട്രീമുകളിലേക്ക് പോവാറുണ്ട്. ഓക്കെ, അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുമ്പോൾ രണ്ട് എക്സ്ട്രീമുകളിലേക്ക് പോകും. ഒന്നെങ്കിൽ അയാള് ഈ രീതിയിൽ എന്തൊക്കെ യൂസ്ലെസ് ആയിട്ടുണ്ടോ, എന്തൊക്കെ പഴയതായിട്ടുണ്ടോ, എന്തൊക്കെ ഞാൻ ഉപയോഗിക്കാത്തതുണ്ടോ, ഒഴിവാക്കാനായിട്ടുണ്ടോ, അതൊക്കെ ചാരിറ്റിയിൽ കൊടുക്കാം അല്ലെ, അത് ഓർക്ക് കൊടുക്കാം, അത് ഇവർക്ക് കൊടുക്കാം അല്ലെ. പഴയ പാത്രങ്ങള്, പഴയ ഡ്രസ്സ്, പഴയ അത്, പഴയ ഇത് അല്ലെ, ഇതിപ്പോ ഇനി ഇതിവിടെ വെച്ചിട്ട് കാര്യമില്ല, ഒരു ഗുണവും ഇല്ല ഇതുകൊണ്ട്, അങ്ങനെയുള്ള സാധനങ്ങൾ കൊടുക്കുന്ന ഒരു രീതി, അതാണ് ഒരു എക്സ്ട്രീം. ഓക്കെ, ഞാൻ ഏതായാലും എനിക്കിത് ഉപയോഗിക്കാൻ പറ്റുന്നില്ല, ഇത് ആകെ കൂടെ നൂല് കൊണ്ടിട്ടുണ്ട്, അവിടെ കീറിയിട്ടുണ്ട്, ഇവിടെ ഒരു ഓട്ടയുണ്ട്, അല്ലെങ്കിൽ തേക്കുമ്പോ കത്തി പോയിട്ടുണ്ട് എന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനത്തെ സാധനങ്ങളൊക്കെ കൊടുക്കുക എന്നുള്ളത് ഒരു എക്സ്ട്രീം. അള്ളാഹിന്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ അവരുടെ മനസ്സിലേക്ക് ഓടിയെത്ത ഇതുപോലെ പ്രയോജനമില്ലാത്ത കാര്യങ്ങളായിരിക്കും. എന്നാൽ വേറൊരു എക്സ്ട്രീം എന്താന്ന് വെച്ചാല് ഈ ഡ്രസ്സ് കൊടുക്കാം, പക്ഷെ ഞാൻ അത് ഒരു പ്രാവശ്യം ഇട്ടതാണ്, ഈ ഒരു പ്രാവശ്യം ഇട്ടതൊക്കെ എങ്ങനെയാ കൊടുക്കുന്നത് അല്ലെ, അപ്പൊ പിന്നെ അത് അങ്ങനത്തെ അല്ലാതെ അതിനേക്കാളും നല്ല കണ്ടീഷനുള്ള സാധനം കിട്ടട്ടെ എന്നിട്ട് കൊടുക്കാം, അതിനേക്കാളും നല്ലത് കിട്ടട്ടെ, അത് വരട്ടെ, ഇത് വരട്ടെ, ഇപ്പോ ഉള്ള പൈസ കുറച്ചല്ലേ ഉള്ളൂ, കുറച്ചും കൂടെ പൈസ എന്റെ കയ്യിൽ വരട്ടെ എന്നിട്ട് കൊടുക്കാം അല്ലെ. അതുപോലെ എന്തെങ്കിലും ഒരിക്കൽ നല്ലൊരു കണ്ടീഷൻ ഉണ്ടായിട്ട് കൊടുക്കാം എന്ന് വിചാരിച്ചിട്ട് മറ്റേ എക്സ്ട്രീമിലേക്ക് പോകുന്ന ആളുകൾ സുബ്ഹാനല്ലാഹ്. ഒന്നെങ്കിൽ ഈ അറ്റം അല്ലെങ്കിൽ ആ അറ്റം. അതുകൊണ്ട് എന്താണ് കൊടുക്കാതായി പോകുന്ന കാര്യം അല്ലെ. ഈ അറ്റത്താണെങ്കിൽ വളരെ മോശപ്പെട്ട ഒന്നിനും കൊള്ളാത്ത സാധനങ്ങൾ കൊടുക്കും, മറ്റേ അറ്റത്താണെങ്കിൽ ഇത് നല്ലതല്ല, ഇത് പോരാ, ഇത് തികയില്ല എന്ന് വിചാരിച്ചിട്ട് കൊടുക്കാതിരിക്കുന്നത്. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ അടുത്ത് എന്താ പറഞ്ഞത്, വലോ ഫിർസിന ഷാത്ത് അല്ലെ, ഒരു ആടിന്റെ കുളമ്പ് അല്ലെ, ഹൂഫാണെങ്കിൽ പോലും, ഒരു കാലാണെങ്കിൽ പോലും നിങ്ങൾ അതിന് ചെറുതായിട്ട് കാണരുത് സദഖയുടെ കാര്യത്തില്, ധർമ്മം ചെയ്യുന്ന കാര്യത്തിൽ അല്ലെ. ശരിക്കും ഒരാടിന്റെ കുളമ്പ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് ഒരു എന്ത് മൃഗത്തിന്റെ ആണെങ്കിലും അതിന്റെ പ്രൈം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗമേ അല്ല അല്ലെ. അത് അതിന്റെ മുകളിൽ ഒരു ഇറച്ചി ഉണ്ടാവില്ല, പലർക്കും അത് ഇഷ്ടം പോലെ, വളരെ കുറച്ച് ആൾക്കാരെ അത് കഴിക്കുന്ന ആൾക്കാർ പോലും ഉണ്ടാവുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ അതുപോലും നിങ്ങൾ ചെറുതാക്കി കാണരുത് കൊടുക്കുന്ന കാര്യത്തിൽ. അതായത് നല്ല കണ്ടീഷനിലാണെങ്കിൽ കേട്ടോ, അത് മോശപ്പെട്ട് ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥയിലല്ല, നല്ല കണ്ടീഷനിലാണ്, യൂസ്ഫുൾ ആയിട്ടുള്ള അവസ്ഥയിലാണെങ്കിൽ അത്ര ചെറുതിനെ പോലും, അത്ര നിസ്സാരമായിട്ടുള്ള കാര്യത്തിനെ പോലും നിങ്ങൾ ബിലിറ്റിൽ ചെയ്യരുത്. കൊടുക്കുന്ന കാര്യത്തിൽ നിങ്ങൾക്ക് അതും കൊടുക്കാം, പക്ഷെ നിങ്ങൾ കൊടുക്കണം, അതാണ് മെയിൻ അല്ലെ. നിങ്ങൾ കൊടുക്കണം. സുബ്ഹാനല്ലാഹ്. അപ്പൊ നമ്മൾ ഈ അറ്റത്ത് പെട്ടിട്ട് വളരെ മോശപ്പെട്ട കാര്യങ്ങൾ മാത്രം കൊടുക്കുന്ന ആൾക്കാരാവരുത്. ആ അറ്റത്ത് പെട്ടിട്ട് എന്തെങ്കിലും നല്ലത് കിട്ടുമ്പോൾ കൊടുക്കാം, അല്ലെങ്കിൽ കുറെ ഉണ്ടാവുമ്പോൾ കൊടുക്കാമെന്ന് വിചാരിക്കുന്ന ആൾക്കാരും ആവരുത്. നമ്മൾ ഇതിന്റെ രണ്ടിന്റെ ഇടയ്ക്ക് ഒരു മോഡറേഷനിൽ അല്ലെ, ഒരു വസത്തില് പിടിക്കണം. സുബ്ഹാനല്ലാഹ്. ഇതാണ് ഈ ഒരു ഇതിൽ പറയുന്നത്. അപ്പം ത്വയ്യിബായിട്ടുള്ള നല്ല കണ്ടീഷനുള്ള ഹബീസ് അല്ലാത്ത കാര്യങ്ങൾ കൊടുക്കാം. അപ്പം ഇങ്ങനെയാണ് ഒരാൾക്ക് ഇത് തീരുമാനിക്കാൻ പറ്റുക, എന്താണ് കൊടുക്കാൻ യോഗ്യതയുള്ള വസ്തു. അപ്പൊ നമ്മളോട് തന്നെ ചോദിക്കുക, ഒരു ഫുഡ് കൊടുക്കുമ്പോൾ ഓക്കെ, ഇത് ഞാൻ കഴിക്കൂ, അല്ലെങ്കിൽ എനിക്ക് ആരെങ്കിലും തന്നാൽ ഇഷ്ടപ്പെടും, ഞാൻ അല്ലെങ്കിൽ ഒരു ഡ്രസ്സോ മറ്റു സാധനങ്ങളോ കൊടുക്കുമ്പോൾ ഇത് ഞാൻ ഉപയോഗിക്കൂ, അല്ലെങ്കിൽ ഞാൻ ഇത് ധരിക്കുവോ അല്ലെ, അല്ലെങ്കിൽ ഇത് ഞാൻ എൻ്റെ ആവശ്യത്തിന് വേണ്ടി വെക്കുവോ, അങ്ങനെ ഞാൻ വെക്കും എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതായത് ചില പ്രത്യേക സാഹചര്യത്തിൽ ഇപ്പൊ ചില ഡ്രസ്സുകൾ നമ്മൾ മെലിഞ്ഞിരിക്കുന്ന അവസ്ഥയിൽ വാങ്ങിയ അല്ലെങ്കിൽ സ്റ്റിച്ച് ചെയ്ത ഡ്രസ്സായിരിക്കും, നമ്മൾ തടിച്ചു കഴിഞ്ഞാൽ അത് ഇടാൻ പറ്റില്ല. അതിന്റെ അർത്ഥം ഞാൻ അത് ഇടാത്തതാണ് മറ്റുള്ളവർക്ക് കൊടുക്കാൻ പാടില്ല എന്നുള്ളതല്ല അല്ലെ. അതൊരു പ്രത്യേക കണ്ടീഷനിൽ നമ്മൾ ഉപയോഗിക്കാത്ത, പക്ഷെ നമ്മൾ ആ ഒരു അവസ്ഥയിലാണെങ്കിൽ നമ്മൾ ഉപയോഗിക്കും അല്ലെ. അപ്പം അങ്ങനെ നമ്മൾക്ക് ഏതെങ്കിലും ഒരു രീതിയിൽ ഒരു കണ്ടീഷനിൽ നമ്മൾ ഉപയോഗിക്കുന്ന സാധനങ്ങൾ, അല്ലെങ്കിൽ നമുക്ക് ആരെങ്കിലും തന്നു കഴിഞ്ഞാൽ ഓക്കെ ഇത് യൂസബിൾ ആണ് എന്ന് തോന്നുന്ന സാധനങ്ങളാണോ എന്ന് ചോദിക്കുക. കാരണം നമ്മുടെ ലൈഫൊക്കെ ചേഞ്ചിങ് ആണ് അല്ലെ. ഇപ്പൊ ചിലപ്പോൾ നമ്മുടെ വീടുകൾ പോലും നമ്മൾ ഒരു പഴയ വീട്ടിൽ നിന്ന് പുതിയ വീട്ടിലേക്ക് മാറുമ്പോൾ വീടും വീടിന്റെ സ്റ്റൈലും ഒക്കെ മാറുമ്പോൾ ഒരു പക്ഷേ ആ പുതിയ സ്റ്റൈലിലേക്കുള്ള സാധനങ്ങളും ഫർണിച്ചറൊക്കെ നമ്മൾ വാങ്ങുന്നുണ്ടാവും. പക്ഷെ പഴയ വീട്ടിലായിരുന്നെങ്കിൽ നമ്മൾ അപ്പോഴും ഉപയോഗിക്കുമായിരിക്കും ആ ഫർണിച്ചർ അല്ലെ. അതിന്റെ അർത്ഥം അത് കൊടുക്കാൻ പാടില്ല എന്നുള്ളതല്ല. ഓക്കെ, അപ്പൊ അത് കൊടുക്കുക. അപ്പം ഏതെങ്കിലും ഒരു അവസ്ഥയിൽ നമ്മൾ അത് ഉപയോഗിക്കുവോ, നമ്മൾക്കാണെങ്കിൽ അത് വെക്കുവോ, നമ്മൾക്ക് ആരെങ്കിലും തന്നാൽ നമുക്കത് ഓക്കെ ആണോ എന്ന് ആലോചിക്കുക. അങ്ങനെയാണെങ്കിൽ അത് കൊടുക്കാൻ, അള്ളാഹുവിന്റെ മാർഗത്തിൽ കൊടുക്കാൻ പറ്റുന്നതാണ്. പക്ഷെ നമുക്ക് തന്നെ നമ്മളെ ആൻസർ കിട്ടണമെന്നോ, ഇത് ഞാനാണെങ്കിൽ ഉപയോഗിക്കൂല അല്ലെ, അത്രയും മോശപ്പെട്ട കാര്യമാണ്, അപ്പം അത് അള്ളാഹുവിന്റെ മാർഗത്തിൽ കൊടുക്കാൻ യോഗ്യമായ ഒന്നല്ല എന്നുള്ളത്
മനസ്സിലാക്കുക. പലപ്പോഴും നമ്മൾ ഡൊണേഷന് ഒക്കെ എന്തെങ്കിലും ഒരു ഡ്രൈവ് ഒക്കെ ഉണ്ടാകുമ്പോൾ ഡ്രസ്സൊക്കെ കൊടുക്കാൻ പറയുമ്പോൾ നമ്മൾ കഴിയുന്നതും ഏറ്റവും നമ്മൾ ഉപയോഗിക്കാത്ത കീറിയ പാന്റിന് ടോപ്പിന് പാന്റ് ഇല്ലാത്ത സാധനങ്ങളൊക്കെ കൊടുക്കുന്നത് സംഭവിക്കാറുണ്ട്. അപ്പം നമ്മളെ അടുത്ത് തന്നെ ചോദിക്കുക, സബീസാണോ, ഞാനാണെങ്കിൽ ഉപയോഗിക്കുമോ, എന്നിട്ട് നമ്മൾ തീരുമാനിക്കുക. നമുക്ക് പറ്റാത്തത് നമ്മൾ എന്താണ് വലാത്തയം മമൽ സബീസ മിൻഹുതുൽഫിഖോ, നിങ്ങളത് ചെയ്യരുത്. സുബ്ഹാനല്ലാഹ്. അപ്പം നമ്മൾ ഇംപ്യൂർ ആയിട്ടുള്ള ഹബീസ് ആയിട്ടുള്ള കാര്യങ്ങൾ കൊടുക്കുകയും തൊയ്യബായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് വെക്കുകയും ചെയ്യുന്ന ആൾക്കാർ ആവരുത്. നമുക്ക് എന്താണ് ഞാൻ തിന്നാത്ത കാര്യങ്ങൾ, ഞാൻ ഉപയോഗിക്കാത്ത കാര്യങ്ങൾ മറ്റുള്ളവർക്ക് കൊടുത്ത് ഒഴിവാക്കുന്ന അവസ്ഥയാവരുത്. ഓക്കെ. പക്ഷെ ഇവിടെ ഒരു സൈഡ് നോട്ട് പറയാനുള്ളത്, ഇപ്പം ഇവിടെ തന്നെ ഞാനിപ്പോ പറഞ്ഞ പോലെ നമ്മളാണെങ്കിൽ യൂസ് ചെയ്യാത്ത, ഓക്കെ, നമ്മൾ ഉപയോഗശൂന്യമായത് എന്നുള്ളത് കൊണ്ടല്ല, നമ്മൾ യൂസ് ചെയ്യാത്ത അല്ലെങ്കിൽ അൺയൂസബിൾ ആയിട്ടുള്ള ചില കാര്യങ്ങളുണ്ടാവും. പക്ഷെ അതുപോലും കിട്ടിയാൽ ആവശ്യക്കാരുള്ള സാഹചര്യങ്ങളുണ്ട് അല്ലെ. ഇപ്പം ഈ പറഞ്ഞ പോലെ മാച്ചിങ് അല്ലാത്ത ഒരു പാന്റും ടോപ്പും ഒരുപക്ഷെ നമ്മൾ ഏത് സാഹചര്യത്തിലാണെങ്കിലും നമ്മൾ ഇടൂലായിരിക്കും. പക്ഷെ അതുപോലും കിട്ടിയാൽ ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പൊ അവർക്ക് കൊടുക്കാൻ പാടുണ്ടോ? അത് കൊടുക്കൽ ഹറാം ഒന്നുമല്ല. പക്ഷെ അതിനെ നമ്മൾ അള്ളാന്റെ മാർഗത്തിൽ എന്തോ വലിയ സ്വതക്ക ചെയ്തു എന്നുള്ള തോന്നലോട് കൂടി അല്ലെങ്കിൽ ആ നീയത്തോടു കൂടി കൊടുക്കണ്ടെന്നേ ഉള്ളൂ. കാരണം നമ്മൾ ഹബീസ് ആയിട്ടുള്ള പൈസ നമ്മൾ എങ്ങനെയാ ഡിസ്പോസ് ചെയ്യുക, അതായത് ഇൻട്രസ്റ്റിലെ പലിശയുടെ പൈസ കൊടുക്കുമ്പോൾ നമ്മൾ പ്രത്യേകം പറയാറുണ്ട്, നമുക്കത് സ്വതക്കയായിട്ടോ സ്വതക്കയായിട്ടോ സക്കാത്തായിട്ടോ കൊടുക്കുന്ന നീയത്ത് അതിന് പാടില്ല. അത് ശരിക്കും നമ്മൾ അൺക്ലീൻ ആയിട്ടുള്ള നമ്മൾ അങ്ങോട്ട് ഒഴിവാക്കണം അല്ലെ, നമ്മൾ ഇതിൽ നിന്ന് ഒഴിവാക്കണം. അതേപോലെ ആയിരിക്കണം ഇതുപോലെ ഹബീസ് ആയിട്ടുള്ള വസ്തുക്കളും നമ്മൾ കൊടുക്കുന്നത്. അതായത് നമ്മൾ ഏത് അവസ്ഥയിലാണെങ്കിലും ഉപയോഗിക്കാത്ത കാര്യമാണ്, എന്നാൽ പഠിച്ചോനെ ഇത് കൊടുക്കാൻ പാടില്ലേ എന്ന് ചിന്തിക്കേണ്ട. നമുക്ക് അതിനും ആവശ്യക്കാരുണ്ടെങ്കിൽ നമുക്ക് അവർക്ക് കൊടുക്കാം, എത്തിക്കാം. പക്ഷെ അവിടെ നമ്മൾ അള്ളാന്റെ മാർഗത്തിൽ എന്തോ സ്പെൻഡ് ചെയ്യുന്നു എന്നുള്ള ഒരു ചിന്തയും ഒരു സദക്ക ആണെന്നൊന്നും വിചാരിച്ചിട്ട് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം. ഓക്കെ, ആ ഒരു ക്ലാരിറ്റി വേണം. കാരണം സ്വാഭാവികമായിട്ട് ഇത് കഴിയുമ്പോൾ അത് കൊടുക്കാൻ പറ്റില്ല, ഇത് കൊടുക്കാൻ പറ്റില്ല എന്ന് ചോദിച്ചു വരും ആളുകൾ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അസ്മാ ബിൻത് അബൂബക്കർ റളിയല്ലാഹു അൻഹയുടെ അടുത്ത് പറയണ്ടായി, എന്താണ്, ലാ തൂക്കി ഫയൂക അലൈക്, നീ എന്താണ് ധനം സൂക്ഷിച്ചു വെച്ച പാത്രത്തിന്റെ വായ മൂടി കെട്ടി വെക്കരുത്, അപ്പോൾ അള്ളാഹു നിനക്ക് ഒന്നും തരാതെ മൂടി വെക്കും. വേറെ ഒരു സ്ഥലത്ത് ലാ തുഹ്സി ഫയുഹ്സി അല്ലാഹു അലൈക, നീ എണ്ണി തിട്ടപ്പെടുത്തി വെക്കരുത്, അപ്പോൾ അള്ളാഹു നിനക്ക് വിട്ടു തരാതെ എണ്ണി തിട്ടപ്പെടുത്തി വെക്കും. അപ്പൊ നമ്മൾ പരമാവധി വിത്ത്ഹോൾഡ് ചെയ്യാതെ, നമ്മളെ അടുത്തേക്ക് തന്നെ കീപ്പ് ചെയ്യാതെ നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുക. നമ്മൾ എന്റെ കാര്യം, എന്റെ വസ്തുക്കൾ എന്ന് വിചാരിക്കാതെ നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുക. നമ്മൾ കൊടുത്താലേ അള്ളയും തരുവുള്ളൂ അല്ലെ. നമ്മൾ കൊടുക്കാതെ വെച്ച് കഴിഞ്ഞാൽ അള്ളയും തരൂല. നമുക്ക് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ അത് നമ്മൾ മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യുക. എന്ത് കാര്യവും അങ്ങനെയാണ്. നമുക്ക് കൂടുതൽ വേണമെങ്കിൽ നമ്മൾ കൂടുതൽ ഷെയർ ചെയ്യുക. കൂടുതൽ ഷെയർ ചെയ്യുമ്പം അത് നമ്മളിലേക്ക് കൂടുതൽ വന്നുകൊണ്ടേയിരിക്കും. ഈവൻ അയൽമന്റെ കാര്യവും നിങ്ങൾ ചിന്തിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും അങ്ങനെയാണെന്ന്. ഓക്കെ, അപ്പൊ നമ്മൾ കുറച്ച് നമ്മൾ മറ്റുള്ളവർക്ക് കൊടുത്തുകൊണ്ടേയിരിക്കുക. അവരൊക്കെ ആവശ്യക്കാരാണ്. വലാത്തയമ്മൽ ഖബീസ മിൻഹു തുൻഫിഖൂൻ വലസ്തും ബി അഖിദി, വലസ്തും ആയിരിക്കെ, ലസ്തും അല്ലാതെ, ഓക്കെ, നിങ്ങൾ അങ്ങനെ അല്ലാതെ ആയിരിക്കെ, എന്താണ്, ഓക്കെ, ആഹിദി എന്താണ്, നിങ്ങൾ എടുക്കാത്തവർ. അതായത് ബി എന്ന് വന്നത് അതിന് ഒരു എക്സ്ട്രാ സ്ട്രെസ് ആണ് കേട്ടോ. ബി ആഹിദി എന്ന് പറയുമ്പോൾ നിങ്ങൾ ഒരു തരത്തിലും നിങ്ങൾ സ്വീകരിക്കാത്ത, ഓക്കെ, അങ്ങനെയുള്ള വസ്തുക്കൾ. ഇവിടെ ആക്ച്വലി ആഹിദി എന്ന് പറയുന്നത് പ്ലൂരലാണ്. ആഹിദ് എന്നുള്ള വാക്കിന്റെ പ്ലൂരലാണ് ആഹിദീൻ എന്ന് പറയുന്നത്. അവിടെ നൂൻ ഡ്രോപ്പ് ആയിട്ട് അതിന്റെ കൂടെ ദമീർ ആഡ് ആയതാണ്. ഓക്കെ, ആഹിദീൻ പ്ലസ് ഹി ആണ് ഇവിടെ ബി ആഹിദി എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇതിന്റെ റൂട്ട് ഹംസ ഹ ദാൽ അഹ്ദുൻ. അഹ്ദുൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു കാര്യം എടുക്കുക. ഓക്കെ, അപ്പൊ നിങ്ങൾ ഒരിക്കലും സ്വീകരിക്കേ ഇല്ലാത്ത കാര്യം ഇല്ല, അല്ലാതെ അൻതുമിദു ഫീ, കണ്ണുകൾ അടച്ചുകൊണ്ടല്ലാതെ. തുമിദു വൈൻ മീം ഗുമൂദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു വസ്തു ഹിഡൻ ആയിരിക്കുക, ഒളിച്ച് വെച്ചിരിക്കുക, മറഞ്ഞിരിക്കുക. ഇഹ്മാദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാള് ഒരു കാര്യത്തിൽ നിന്ന് കണ്ണ് അടച്ച് തിരിച്ചു കളയാം. ഓക്കെ, അവന്റെ കണ്ണുകൾ അടച്ച്, അതായത് ആ ഒരു വസ്തു കാണാതിരിക്കാൻ വേണ്ടിയിട്ട് കണ്ണുകൾ അടയ്ക്കുന്നതിനാണ് ഇഹ്മാദ് എന്ന് പറയുന്നത്. അതിനോടുള്ള ഇഷ്ടക്കേട് കൊണ്ട്, അല്ലെങ്കിൽ അത് കാണുമ്പോൾ നമുക്ക് ആകെ കൂടെ എന്തോ പോലെ തോന്നുന്നത് കൊണ്ട് അതിലേക്ക് നോക്ക പോലും വേണ്ട എന്നുള്ള അർത്ഥത്തില് അതിനോട് കണ്ണടയ്ക്കുന്നതിനാണ് ഇഗ്മാദ് എന്ന് പറയുന്നത്.
ഓക്കെ. അപ്പം നിങ്ങള് അതായത് നിങ്ങൾക്ക് ആരെങ്കിലും തന്നു കഴിഞ്ഞാൽ കണ്ണ് അടച്ചുകൊണ്ടല്ലാതെ സ്വീകരിക്കുന്ന കാര്യം, ഓക്കെ, അതായത് അത്രയും വെറുപ്പോട് കൂടി അല്ലാതെ നിങ്ങൾ സ്വീകരിക്കുന്ന കാര്യം, അത്രയും ഡെസ്പറേറ്റ് സിറ്റുവേഷനിൽ ഗതികേട് കൊണ്ട് നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്യുന്ന ഒരു വസ്തുവായിരിക്കും അല്ലെ. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടാവില്ല അത് സ്വീകരിക്കാൻ, പക്ഷെ നിങ്ങൾ ഗതികേട് കൊണ്ട് സ്വീകരിക്കുന്നതിനാണ് ഈ കണ്ണടച്ചുകൊണ്ട് സ്വീകരിക്കുക എന്ന് പറയുന്നത്. അത്രയും അൺകംഫർട്ടബിൾ ആണ് ആ കാര്യം നിങ്ങൾക്ക് സ്വീകരിക്കാൻ അല്ലെ. ഇപ്പൊ നമുക്ക് സ്വാഭാവികമായിട്ടും നമുക്ക് ആരെങ്കിലും ഒരു നല്ല ഗിഫ്റ്റ് തരുമ്പോൾ അല്ലെ നമുക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. അതിലേക്ക് ഇങ്ങനെ എത്രയും പെട്ടെന്ന് അതൊന്ന് അതിൻ്റെ ഉള്ളിൽ എന്താണെന്ന് അറിയാനും അല്ലെ, എന്നിട്ട് നമുക്ക് നാലാളുടെ അഭിമാനത്തോടു കൂടി അത് പറയാനും ഒക്കെ ഇഷ്ടപ്പെടും. പ്രത്യേകിച്ച് ചില ആളുകൾ അവർ ഒരു ഗിഫ്റ്റ് തന്നു കഴിയുമ്പോൾ നല്ല ഗിഫ്റ്റ് ആയിരിക്കും ഉറപ്പുണ്ടാവുന്ന അല്ലെ, ആ ഒരു നല്ല ഗിഫ്റ്റ് കൊടുക്കുന്ന റെപ്യൂട്ടേഷൻ ഉള്ള ആൾക്കാർ എന്തെങ്കിലും തന്നു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ആകാംക്ഷയായിരിക്കും എന്താണെന്ന് അറിയാം. എന്നാൽ വേറെ ചിലരുണ്ടാവും വളരെ അയാൾ തന്നു കഴിഞ്ഞാൽ എന്തായാലും അതൊരു മോശം സാധനമായിരിക്കും, എന്തെങ്കിലും ഒരു അളിഞ്ഞ കവറിലൊക്കെ ഇട്ടിട്ട് തരുന്നതായിരിക്കും. അപ്പൊ നമുക്ക് വലിയൊരു താല്പര്യം ഉണ്ടാവില്ല അതിനകത്തേക്ക് നോക്കാൻ തന്നെ അല്ലെ, മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കാനും നമുക്ക് വലിയ ഇഷ്ടം ഉണ്ടാവില്ല. സുബ്ഹാനല്ലാഹ്. അപ്പം നമുക്ക് അങ്ങനെ മോശപ്പെട്ട സാധനങ്ങൾ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ആകെ കൂടെ ഒരു ഇടങ്ങേറാണ്. അത് അതിലേക്ക് നോക്കാൻ തന്നെ തോന്നൂല, അത് ഉപയോഗിക്കാൻ തോന്നൂല അല്ലെ. അപ്പൊ നമുക്ക് ഇഷ്ടമില്ല, അങ്ങനെ ഒരു സാധനം കിട്ടുന്നതേ ഇഷ്ടമില്ലാത്ത ഒരു കാര്യം. അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ, അതായത് നിങ്ങൾക്ക് കിട്ടാൻ ഇഷ്ടമില്ലാത്ത ഒരു വസ്തു കിട്ടുന്നത് പോലത്തെ ഒരു സിറ്റുവേഷനിലേക്ക് നിങ്ങൾ മറ്റുള്ളവരെയും ഇടരുത്. ഓക്കെ. ഓരെന്തായാലും ആവശ്യക്കാർ, അവർക്ക് ഗതികേടുണ്ട്, അതുകൊണ്ട് ഇതന്നെ അവർക്ക് കൊടുത്തേക്കാം, ഏറ്റവും മോശമായത് അവർക്ക് കൊടുത്തേക്കാന്നുള്ള ഒരു അവസ്ഥയിലേക്ക്, അതായത് അവർ ഗതികേട് കൊണ്ട് അത് എടുക്കും എന്നുള്ള അവസ്ഥ കരുതിയിട്ട് അവർക്ക് നിങ്ങൾ കൊടുക്കരുത്. അതായത് നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ അവർക്ക് കൊടുക്കരുത്. ഓക്കെ. അവരുടെ ഷൂവിൽ നിന്നുകൊണ്ട് ചിന്തിക്കണം, അവരുടെ മാനസികാവസ്ഥ ചിന്തിക്കണം. ഈ ഒരു ഹദീസ് അല്ല, ഈ ഒരു ആയത്ത്, ഈ ഒരു ഭാഗം അൻസാരികളിൽപ്പെട്ട ചിലരെ കുറിച്ചാണ് ഇറങ്ങിയതെന്ന് പറയപ്പെടുന്നുണ്ട്. അതായത് മദീനയിൽ നമുക്കറിയാം മുഹാജിറുൻ മക്കയിൽ നിന്ന് അവർ വന്ന ആൾക്കാരില്ല, അവരിൽ ചിലർക്ക് ഒരു കച്ചവടമോ ഒരു വരുമാന മാർഗമോ ഒന്നുമില്ല, പൈസ ഇല്ലാതെ ഒന്നും ഇല്ലാത്ത ആൾക്കാരായിരുന്നു. അവരിൽ ചിലർ പള്ളികളിൽ താമസിക്കുന്ന ആൾക്കാരും ആയിരുന്നു. ഓക്കെ. അപ്പം എന്നാ ഈ അതിൽ അവർ വിശ്വാസികളുമാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബാക്കളുമാണ് അല്ലെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ദീൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. അപ്പം അവരുടെ അടുത്ത് എന്ത് പറഞ്ഞാലും അവർ ചെയ്യുകയും ചെയ്യും. അപ്പം ഈ അൻസാരികൾ, അതായത് മദീനയിൽ ഓൾറെഡി ഉള്ള ആൾക്കാരെന്ന് പറയുന്നത് അവർ ഈ പറഞ്ഞ പോലെ ഭയങ്കര റിച്ച് ആണ്, അവർക്ക് കുറെ തോട്ടങ്ങളും അല്ലെ, ഈത്തപ്പന തോട്ടങ്ങളും അല്ലാത്ത തോട്ടങ്ങളും ഒക്കെ ഉള്ള ആൾക്കാരാണ്. അപ്പൊ ഈ കൊയ്ത്തിന്റെ സമയത്ത് ഇവർ കുറേ ഈത്തപ്പഴങ്ങൾ കൊണ്ടുവരും. അപ്പം എന്നിട്ട് പള്ളീന്റെ അവിടെ ഇങ്ങനെ തൂക്കിയിടും. അപ്പൊ എല്ലാവർക്കും അതിൽ നിന്ന് ഫ്രീ ആയിട്ട് എടുക്കാൻ. അപ്പം മിക്കവാറും അത് നല്ല ക്വാളിറ്റി തന്നെയാണ് കൊണ്ടുവരാൻ ആൾക്കാർക്ക് കഴിക്കാൻ പറ്റുന്നത്. പക്ഷെ ചില സമയങ്ങളിൽ ഇതുപോലെ മോശം ക്വാളിറ്റി ഡേറ്റ്സ്, മോശം ക്വാളിറ്റി ഈത്തപ്പഴങ്ങൾ അവിടെ കൊണ്ടുവന്ന് വെക്കുകയുണ്ടായി. ഇപ്പൊ ഈ പറഞ്ഞ പോലെ മുഹാജിറുകളിൽ പ്രയാസമുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഒരു ക്വാളിറ്റിയും ഇല്ലാത്ത. അപ്പം ആ ഒരു സാഹചര്യത്തിലാണ് ഈ ഒരു ഭാഗം ആയതിൻ്റെത് ഇറങ്ങിയതെന്ന് പറയപ്പെടുന്നുണ്ട്. ഓക്കെ. അപ്പൊ നമുക്ക് തന്നെ ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ മറ്റുള്ളവർക്ക് അള്ളാന്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നതിനെ കുറിച്ച് ആണ് അള്ളാഹ് പറയുന്നത്. നമുക്ക് ഒട്ടും ഇഷ്ടമല്ല. ഇപ്പൊ നമുക്കൊരാള് കുറച്ച് മുന്തിരിയോ എന്തെങ്കിലും ഒരു ഫ്രൂട്ട്സ് തരാം, പക്ഷെ അത് തുറക്കുമ്പോൾ തന്നെ അതിൽ നിന്നൊരു മണം വരുന്ന, അതിന്റെ തൊലിയൊക്കെ നീങ്ങി ഒരുമാതിരി അലിഞ്ഞ് എന്തോ ആയിട്ടുണ്ട്, നമുക്ക് അത് തൊടാൻ പോലും തോന്നൂല അല്ലെ. അപ്പം അങ്ങനെ നമുക്ക് തന്നെ മോശമായിട്ട് തോന്നുന്ന കാര്യങ്ങൾ നിങ്ങൾ മറ്റുള്ളവർക്കും കൊടുക്കരുത്. അള്ളാന്റെ മാർഗത്തിൽ നിങ്ങൾ കൊടുക്കരുത്. വലസ്തും നിങ്ങൾ അറിയുക അന്നല്ലാഹ അനിയുൻ ഹമീദ്, നിശ്ചയമായും അള്ളാഹു അനിയാണ്, ഹമീദാണ് അല്ലെ. അള്ളാഹു റിച്ച് ആണ്, അനിയാണ്, സുബ്ഹാനല്ലാഹ് അല്ലെ, ഹമീദാണ്, എന്താണ്, സ്തുത്യർഹനാണ്, സുബ്ഹാനല്ലാഹ്. അള്ളാഹ്ക്ക് നിങ്ങളുടെ ചാരിറ്റിന്റെ ഒന്നും ആവശ്യമില്ല അല്ലെ. അള്ളാഹു അത്രയും റിച്ച് ആണ്. അള്ളാഹ്ക്ക് സത്യം പറയുകയാണെങ്കിൽ ഈ ദുനിയാവിലുള്ള എല്ലാവർക്കും എല്ലാം കൊടുക്കാനുള്ള കഴിവ് ഉണ്ട് അല്ലെ. നമ്മൾ കൊടുക്കുന്ന അത് ആർക്കാണോ അവർക്കും കൊടുക്കാനുള്ള കഴിവ് റബ്ബിന്റെ അടുത്തുണ്ട് അല്ലെ. നമ്മളെ മുമ്പിൽ കൈനീട്ടി വരുന്ന, അല്ലെങ്കിൽ നമ്മൾ കൊടുക്കേണ്ട സാഹചര്യത്തിൽ നമ്മളെ വരുത്തുന്ന നമ്മുടെ സഹോദരങ്ങളോ നമ്മളെ കുടുംബത്തിലുള്ള ആരെങ്കിലും അയൽവാസികളോ ആരെങ്കിലും നമ്മളെ അടുത്ത് ആവശ്യക്കാരായിട്ടുണ്ട്, അവർക്ക് നമ്മൾ കൊടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുക വെച്ചാൽ അപ്പം മനസ്സിൽ വെക്കുക, ഇവർക്ക് കൊടുക്കാൻ മാത്രം എന്റെ റബ്ബിന്റെ കയ്യിലുണ്ട് അല്ലെ. അള്ളാഹു അനിയാണ്. പക്ഷെ അള്ളാഹ് എന്താ ചെയ്തത്, എനിക്കൊരു അവസരം തരാണ് അവർക്ക് ചെലവഴിക്കാൻ വേണ്ടിയിട്ട്. എന്തിനു വേണ്ടിയിട്ടാ? എനിക്ക് പ്രതിഫലം തരാൻ വേണ്ടിയിട്ട് അല്ലെ, എന്നെ ആ ടെസ്റ്റിൽ ജയിപ്പിക്കാൻ വേണ്ടിയിട്ട്. അല്ലാണ്ട് അള്ളാഹ്ക്ക് കൊടുക്കാൻ കഴിയാനിട്ടൊന്നുമല്ല. അള്ളാഹു വനിയാണ്, സുബ്ഹാനല്ലാഹ്. അപ്പൊ നമ്മൾ എന്ത് സദഖ ചെയ്യുമ്പോഴും നമ്മൾ ആലോചിക്കുക, നമ്മൾ ആർക്കാ കൊടുക്കുന്നേ? അള്ളാഹ്ക്കാണ് അല്ലെ. അള്ളാഹു പറയുന്നുണ്ട്, മൻ ദല്ലദീ യഖ്രിദുല്ലാഹ ഖർദൻ ഹസന,
ആര് അള്ളാഹ്ക്ക് ഏറ്റവും ഭംഗിയുള്ള ഒരു കടം കൊടുക്കും. സുബ്ഹാനല്ലാഹ്. അപ്പൊ ആര് അള്ളാഹ്ക്ക് ഏറ്റവും ഭംഗി. അപ്പൊ നമ്മൾ ആർക്ക് എന്ത് കൊടുക്കുകയാണെങ്കിലും ആർക്കാ കൊടുക്കുന്നത്? അള്ളാഹ്ക്കാണ് അല്ലെ. അവരെ കയ്യിൽ എത്തുന്നതിന് മുമ്പ് അത് ആരുടെ കയ്യിലാ എത്തുന്നത്? അള്ളാഹിന്റെ കയ്യിലാണ്. പക്ഷെ അള്ളാഹു വലിയാണെന്ന് നമ്മൾ പലപ്പോഴും മറന്നു പോകുന്നേ. അവര് ചോദിച്ചു വന്നു കഴിഞ്ഞാല് ഞാൻ അത്രയൊന്നും കൊടുക്കുന്നില്ല, അല്ലെങ്കിൽ അവരതൊന്നും അർഹിക്കുന്നില്ല, അവർക്ക് അതൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. ഒന്നും ഓർക്കുക, ഇത് അള്ളാഹ്ക്ക് കൊടുക്കാവുന്നതേ ഉള്ളൂ അവർക്ക് അല്ലെ. പക്ഷെ അള്ളാഹ് നമ്മളെ കൈ തന്ന് നമ്മളതാക്കി നമ്മളെ കൊണ്ട് ആ അഹങ്കാരം ഉണ്ടാക്കിച്ചിട്ട് അതിൽ നിന്നും താഴോട്ട് വന്നിട്ട് നമ്മളോട് കൊടുക്കാൻ പറയുമ്പോൾ നമുക്ക് അപ്പോഴും വലിയ അഹങ്കാര. ഓന് അത്രയൊന്നും കൊടുക്കേണ്ട കാര്യമില്ല. നമ്മൾ ആലോചിക്കുക, നമ്മൾ അള്ളാഹ്ക്കാ കൊടുക്കുന്നതെന്ന്. ഇപ്പൊ നമ്മള് എന്തെങ്കിലും ഒരു ഇവന്റിന് അല്ലെങ്കിൽ എന്തൊരു പ്രോഗ്രാമിന് നല്ല റിച്ച് ആയിട്ടുള്ള ഒരാൾക്ക് എന്തെങ്കിലും സമ്മാനം കൊടുക്കാൻ നോക്കുക. നല്ല റിച്ച് ആയിട്ടുള്ള ആൾക്കാർക്ക് അവർക്ക് നമ്മൾ എന്തെങ്കിലും മോശപ്പെട്ട സാധനങ്ങൾ അല്ലെ, കണ്ടാൽ നോക്കാൻ തോന്നാത്ത സാധനങ്ങൾ നമ്മൾ കൊടുക്കുക. നമ്മൾ പറയും അള്ളാഹ് ഓരൊക്കെ വലിയ വലിയ സാധനങ്ങൾ ഉപയോഗിക്കുന്ന ആൾക്കാരാണ് അല്ലെ, വലിയ ബ്രാൻഡഡ് സാധനങ്ങൾ മാത്രമേ ഉപയോഗിക്കുള്ളൂ, അപ്പൊ ഇങ്ങനത്തെ ഒന്നും അവർക്ക് കൊടുത്തിട്ട് കാര്യമില്ല, അല്ലെങ്കിൽ ഇവർക്ക് ഒരു പ്രയോജനം ഉണ്ടാവില്ല. അപ്പം നമ്മളെ വീട്ടിലുള്ള മുടക്കാച്ചറക്കായിട്ടുള്ള സാധനങ്ങളും അല്ലെ, ഉപയോഗമില്ലാത്ത സാധനങ്ങളൊന്നും നമ്മൾ അവർക്ക് കൊടുക്കൂല അല്ലെ. അവർക്ക് കൊടുക്കാവുന്നതിന്റെ ഏറ്റവും ബെസ്റ്റ് നമ്മൾ കൊടുക്കുള്ളൂ. സുബ്ഹാനല്ലാഹ്. ഏറ്റവും പ്രസന്റബിൾ ആയിട്ടുള്ള ഫോമിൽ അല്ലെ, ഗുഡ് ക്വാളിറ്റി ആയിട്ടുള്ള സാധനങ്ങളെ കൊടുക്കുള്ളൂ. ഇവിടെ നമ്മൾ ആർക്കാ കൊടുക്കുന്നത്? അവരൊക്കെ എന്തല്ലേ അനിയായ റബ്ബിനാ നമ്മൾ കൊടുക്കുന്നത്. അപ്പൊ അള്ളാഹു കൊടുക്കുന്നത് എപ്പോഴും ഗുഡ് ആയിരിക്കണം. അള്ളാഹു ഹമീദാണ് അല്ലെ. സുബ്ഹാനല്ലാഹ്, ഹമീദാണ്. ഹംദ് അല്ലെ, എപ്പോഴും സ്തുതി അർഹിക്കുന്നവനാണ് അവൻ. ഏത് അവസ്ഥയിലും ഏത് സാഹചര്യത്തിലും നമ്മൾ അള്ളാഹിനെ റെസ്പെക്ട് ചെയ്തോ, നമ്മൾ അള്ളാഹിനെ ഹംദ് ചെയ്തോ എന്നുള്ളതല്ല. അള്ളാഹു അല്ലെ, നമ്മൾ അള്ളാഹിനെ അനുസരിച്ചാലും ഇല്ലെങ്കിലും പ്രൈസ് ചെയ്താലും ഇല്ലെങ്കിലും അള്ളാഹു സ്തുത്യർഹനാണ്, ഹമീദാണ്. അള്ളാഹു ഹമീദ് ആയിരിക്കുമ്പോൾ അള്ളാഹ്ക്ക് നമ്മൾ കൊടുക്കേണ്ടത് എന്തായിരിക്കണം? ഏറ്റവും ഇപ്പൊ നമ്മളെ കൂട്ടത്തിൽ അല്ലെ ഏറ്റവും സ്തുതി അർഹിക്കുന്ന അല്ലെങ്കിൽ പ്രൈസ് അർഹിക്കുന്ന ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ആൾക്കാർക്ക് നമ്മൾ എപ്പോഴും ബെസ്റ്റ് കൊടുക്കാൻ വേണ്ടി നോക്കും അല്ലെ. അത് നമ്മളെ കൊണ്ട് കഴിയുന്നതിന്റെ ബെസ്റ്റ് നമ്മൾ അവർക്ക് കൊടുക്കാൻ നോക്കും. അപ്പം ഏറ്റവും എല്ലാത്തിന്റെയും മേലെ സ്തുതി അർഹിക്കുന്ന അൽ ഹമീദായ റബ്ബ് അല്ലെ, നമ്മൾ സ്തുതിച്ചാലും ഇല്ലെങ്കിലും ഹംദിന് ഉടമസ്ഥനായ റബ്ബിന് നമ്മൾ എന്താ കൊടുക്കേണ്ടത്? ഏറ്റവും ബെസ്റ്റ്. നമ്മളുടെ ട്രാഷ് അല്ല അല്ലെ, നമ്മളെ ജങ്ക് ആയിട്ടുള്ള ഒരു വസ്തു ഗുണത്തിന് കൊള്ളാത്ത കാര്യങ്ങളല്ല. അപ്പം അവന്റെ മാർഗത്തിൽ നമ്മൾ എപ്പോഴും ഏറ്റവും ബെസ്റ്റ് ചൂസ് ചെയ്തിട്ട് കൊടുക്കണം. ഹമീദ്. അപ്പം ഈ ഒരായത്തില് നമ്മൾ ഒരുപാട് ലെസൺസ് നമുക്ക് പഠിക്കാനുണ്ട് അല്ലെ. സുബ്ഹാനല്ലാഹ്. ഒന്നാമത് നമ്മളുടെ കയ്യിൽ വന്നതിൽ നിന്ന് നമ്മൾ ചെലവഴിക്കണം എന്ന് പറയുന്നത് അല്ലെ. നമുക്ക് എങ്ങനെയാണോ പൈസ കിട്ടുന്നത്, ഡെയിലി ആണെങ്കിൽ ഡെയിലി, വീക്ക്ലി ആണെങ്കിൽ വീക്ക്ലി, മന്ത്ലി ആണെങ്കിൽ മന്ത്ലി, അല്ലെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും ഒക്കേഷന് ഗിഫ്റ്റ് ആയിട്ടോ അങ്ങനെയൊക്കെയാണ് നമുക്ക് കിട്ടുന്നത് അങ്ങനെ. അപ്പം അത് ഫുള്ള് നമുക്ക് വേണ്ടി വെക്കാതെ മറ്റുള്ളവർക്കും കൂടി ചെലവഴിക്കുക, അള്ളാന്റെ മാർഗത്തിൽ ചെലവഴിക്കുക. അതേപോലെ ഭൂമിയിൽ നിന്ന് അല്ലെ ഫ്രീ ആയിട്ട് നമ്മൾ സമ്പാദിച്ചുണ്ടാക്കുന്നതല്ലാതെ നമുക്ക് കിട്ടുന്ന ഒരുപാട് സാധനങ്ങളുണ്ട്, അള്ളാഹു നമുക്കായിട്ട് കരുതി വെച്ച് നമുക്കായിട്ട് തന്നിട്ടുള്ളത്. അതും അള്ളാഹിന്റെ മാർഗത്തിൽ ചെലവഴിക്കും. പിന്നെ അള്ളാഹിന്റെ മാർഗത്തിൽ എന്താ ചെലവഴിക്കേണ്ടത്? ത്വയ്യിബായിട്ടുള്ള കാര്യങ്ങൾ. ത്വയ്യിബിന്റെ ക്രൈറ്റീരിയ എന്താണ്? നമുക്ക് തന്നെ എടുക്കുന്ന അല്ലെങ്കിൽ ഉപയോഗിക്കുന്ന, നമുക്ക് പ്രയോജനപ്രദമാണെന്ന് നമ്മൾ കരുതുന്ന, അല്ലെങ്കിൽ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഓക്കെ ആണെന്ന് നമ്മൾ കരുതുന്ന കാര്യങ്ങളാണ് ത്വയ്യിബ് അല്ലെ. സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹീഹ് മുസ്ലിമിൽ വന്നിട്ടുള്ള ഒരു റിപ്പോർട്ടിനകത്ത് പറയുന്നുണ്ട്, നിങ്ങൾ നരകത്തിൽ നിന്ന് അകറ്റി നിർത്തപ്പെടുവാനും സ്വർഗത്തിൽ പ്രവേശിക്കപ്പെടുവാനും ആരെങ്കിലും ആഗ്രഹിക്കുന്നുവെങ്കിൽ അവർ അള്ളാഹുവിലും അന്ത്യനാളിലും വിശ്വസിക്കുന്നവനായിരിക്കെ അല്ലെ. ഇപ്പൊ നരകത്തിൽ കയറാനും സ്വർഗത്തിൽ പ്രവേശിക്കാനും ഉണ്ടെങ്കിൽ അവർ അള്ളാഹുവിലും അന്ത്യനാളിലും വിശ്വസിക്കുകയും ആ സമയത്ത് അവന് മരണം തേടി വരട്ടെ. പക്ഷെ ഒരു കണ്ടീഷനും കൂടെ പറയുന്നുണ്ട്. എന്താണ്? തന്നിലേക്ക് വന്നെത്തിപ്പെടുവാൻ താൻ ആഗ്രഹിക്കുന്നതുമായി അവൻ ജനങ്ങളിലേക്ക് ചെല്ലുകയും ചെയ്യട്ടെ. അപ്പം എനിക്ക് കിട്ടാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ എന്നെ ട്രീറ്റ് ചെയ്യേണ്ട രീതിയിലായിരിക്കണം ഞാൻ മറ്റുള്ളവരെയും ട്രീറ്റ് ചെയ്യേണ്ടത്. സുബ്ഹാനല്ലാഹ്. അപ്പൊ നരകത്തൊന്ന് രക്ഷപ്പെടണമെങ്കിൽ വിശ്വസിച്ചാലും സൽക്കർമ്മം ചെയ്താലും മാത്രം ഈ ഒരു കണ്ടീഷനും കൂടെ പറയുന്നുണ്ട് അല്ലെ. എന്നെ മറ്റുള്ളവര് എങ്ങനെ ട്രീറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു അതുപോലെ അവരെ ഞാൻ ട്രീറ്റ് ചെയ്യണം. എനിക്ക് മറ്റുള്ളവർ എന്ത് തരാൻ ഞാൻ ആഗ്രഹിക്കുന്നു അതുപോലെ ഞാൻ മറ്റുള്ളവർക്കും കൊടുക്കണം. സുബ്ഹാനല്ലാഹ് അല്ലെ. അപ്പൊ മരണം ഏത് നിമിഷവും വരും. അപ്പം വിശ്വാസിയായിരിക്കെ മരിക്കണം. പ്ലസ് അല്ലെ അതിന്റെ കൂടെ ആളുകളെ നമ്മളെ എങ്ങനെ ട്രീറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു അതുപോലെ നമ്മൾ അവരെയും ട്രീറ്റ് ചെയ്യുന്ന ഒരവസ്ഥയിലായിക്കൊണ്ടായിരിക്കണം മരിക്കുന്നത്. സുബ്ഹാനല്ലാഹ്. അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹീഹ് ബുഖാരിയിലും മുസ്ലിമിലും വന്നിട്ടുള്ള മറ്റൊരു ഹദീസിനകത്ത് പ്രകാരം പറയുന്നുണ്ട്, ലാ യുഅ്മിനു അഹദുകും ഹത്താ യുഹിബ്ബ ലിഅഖീഹി മാ യുഹിബ്ബു ലിനഫ്സിഹി. സ്വന്തത്തിന് ഇഷ്ടപ്പെടുന്നതൊക്കെ തന്റെ സഹോദരനും ഇഷ്ടപ്പെടുന്നത് വരെ നിങ്ങളിൽ ഒരാളും വിശ്വാസിയാവുകയില്ല അല്ലെ. അപ്പം
ആ ഒരു കാര്യം നമുക്കറിയാത്ത കാര്യമൊന്നുമല്ല, എന്നാലും ഒന്ന് ഈ ഒരു സാഹചര്യത്തിൽ ഓർമ്മപ്പെടുത്തിയെന്നുള്ളൂ. അപ്പൊ നമുക്ക് മറ്റുള്ളവർക്ക് ഇഷ്ടമുള്ളതായിരിക്കണം നമുക്ക് അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇഷ്ടപ്പെടുന്നത്. അതുവരെ നമ്മളിൽ ഒരാളും വിശ്വാസി ആയിരിക്കുകയില്ല. അപ്പൊ നമ്മൾ എന്താണോ നമുക്ക് കിട്ടാൻ ആഗ്രഹിക്കുന്നത് അത് കൊടുക്കുക. അതുപോലെ നമ്മൾ മറ്റുള്ളവർക്ക് എന്ത് കൊടുത്താലാണോ അവർക്ക് സന്തോഷം ഉണ്ടാവുക അത് കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല അവന് ഏറ്റവും തൃപ്തിയുള്ള രീതിയിൽ അവന്റെ മാർഗത്തിൽ ദാനം ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ നമ്മൾ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. ആമീൻ. اللهم إني عبدك ابن عبدك ابن أمتك ناصيتي بيدك ماض في حكمك عدل في قضاءك أسألك بكل اسم هو لك سميت به نفسك أو أنزلته في كتابك أو علمته أحدا من خلقك أو استأثرت به في علم الغيب عندك أن تجعل القرآن ربيع قلبي ونور صدري وجلاء حزني وذهاب همي. اللهم إني أعوذ بك من علم لا ينفع ومن قلب لا يخشع ومن نفس لا تشبع ومن دعوة لا يستجاب لها. اللهم أرنا الحق حقا وارزقنا اتباعه وأرنا الباطل باطلا وارزقنا اجتنابه. ربنا اغفر لنا ولوالدينا وللمؤمنين يوم يقوم الحساب. اللهم اغفر للمسلمين والمسلمات والمؤمنين والمؤمنات الأحياء منهم والأموات. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. أقول قولي هذا واستغفر الله لي ولكم ولسائر المسلمين فاستغفره إنه هو الغفور الرحيم. وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.